മെട്രോ ഫിലിം സൊസൈറ്റിയുടെയും ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ബീമിൻ്റെ അംഗങ്ങളുമായി ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാ സിനിമാ പ്രേമികൾക്കും സിനിമ കാണാൻ എത്തിച്ചേർന്ന മറ്റ് പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ 2 സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻ്റായ ശ്രീമതി രാജേശ്വരി KK ആണ്. ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻജി ഇന്നിവിടെ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് രാജേശ്വരിയാണ്. രാജേശ്വരിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ പല പരിപാടികൾക്കും രാജി സന്നിഹിതയായിരുന്നു, സദസ്സിലും വേദിയിലുമായിട്ട്. രാജേശ്വരി ന്യൂസ് റീഡറാണ്, കൗൺസിലറാണ്. അതുപോലെ കുറേ വർഷങ്ങളായിട്ട് ഫിലിം സൊസൈറ്റിയുടെ പ്രധാന സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്. അതുകൂടാതെ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിനിധിയായി മെട്രോ ഫിലിം സൊസൈറ്റിക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. നമ്മുടെ പ്രതിനിധിയായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഫിലിം ഫെഡറേഷൻ്റെ ഒരു ഭാരവാഹി ആയി രാജേശ്വരിയെ തിരഞ്ഞെടുത്ത വിവരം കൂടി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. രാജേശ്വരിക്ക് എല്ലാ അഭിനന്ദനങ്ങളും എല്ലാവരുടെയും വകയായിട്ടും. നമ്മൾ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ച സിനിമ ഒരു കരയ്ക്കും മറ്റനേകങ്ങൾക്കുമിടയിൽ എന്ന ശ്രീകൃഷ്ണൻ KPയുടെ സിനിമയാണ്. സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അതൊരു പരീക്ഷണാത്മക സിനിമയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള Q&A സെഷനിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മറ്റ് 2 സിനിമകൾ ഇതിനു മുന്നേ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് പ്രദർശിപ്പിച്ച ഹാപ്പിലി ഡിവോഴ്സ്ഡ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. 3 സ്ത്രീകളെ അതിൽ അവതരിപ്പിച്ചു. 3 സ്ത്രീകളല്ല, 3 ലക്ഷം സ്ത്രീകൾ ഇതുപോലെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവസാനം അഡ്വക്കേറ്റ് ആതിര പറയുന്നുണ്ട് കുറേയധികം ഇനിയും ഉണ്ടായേക്കാം എന്നുള്ളത്. അതൊരു ശുഭകരമായ കാര്യമാണോ അല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെയും ചിന്താഗതി പോലെ ഇരിക്കും. അപ്പോൾ ഇത്തരമൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു തീം തിരഞ്ഞെടുത്ത് അത് ആ 3 സ്ത്രീകളെ നമുക്ക് കാണിച്ചു തരാനായിട്ട് അല്ലെങ്കിൽ പ്രചോദനകരമായിട്ടുള്ള ഒരു സിനിമ ഡോക്യുമെൻ്ററി എടുക്കാനായിട്ട് നിഷാരത്നമ്മ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരും ഹാപ്പിലി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഈയിടെയാണ് ഞാൻ അവരെക്കുറിച്ച് യൂട്യൂബിൽ നോക്കിയത്. അപ്പോൾ ദുബായിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയാണ്. ഇതിനു മുമ്പ് ഡെക്കാൻ ക്രോണിക്കിളിലും തെഹൽക്കയിലും ജോലി ചെയ്ത ഒരു അനുഭവം കൂടിയുണ്ട്. ഇതിനു മുന്നേ എടുത്ത ഡോക്യുമെൻ്ററി വെൻ സൈലൻസ് സ്പീക്സ് തമിഴ്നാട്ടിൽ അവർ ജോലി ചെയ്തിരുന്ന സമയത്ത് എടുത്തതാണ്. പക്ഷേ ആ ഡോക്യുമെൻ്ററി കാണാനുള്ളൊരു ഭാഗ്യം ഇനിയും നമുക്കുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അത് നിർഭയ റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു തീമായിരുന്നു. പക്ഷേ ചെന്നൈയിലുണ്ടായ പ്രളയത്തിൽ അതിൻ്റെ കോപ്പി നശിച്ചുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിഷാരത്നമ്മ മേഡത്തിനെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇത് വെറും യാദൃച്ഛികതയല്ല. ഹാപ്പിലി ഡിവോഴ്സിൻ്റെയും സംവിധായകന്മാർ അടുത്തടുത്തിരിക്കുന്നു. അവർ പരസ്പരം നേരത്തെ അറിയുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഡിവോഴ്സ് നമ്മൾ ഈ വനിതാ ദിനത്തിൽ മേഡമാണ് മുഖ്യ അതിഥിയായി ചങ്ങമ്പുഴ പാർക്കിൽ വന്നത്. വീണ്ടും ഒരു ചടങ്ങിലേക്ക് മിനി IG യെ നമുക്ക് കിട്ടിയതിൽ നമ്മൾ വളരെ അഭിമാനപൂർവ്വം
സ്വാഗതം ചെയ്യുന്നു. അവരുടെ സിനിമ സീ സ്പേസിൽ ലഭ്യമാണ്. കാണാത്തവർ കാണണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അപ്പം മിനി IGയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ ഭീമിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭീമിലെ കുറേ പേർ സിനിമയ്ക്ക് സന്നിഹിതരായിരുന്നു. ഇപ്പോൾ ഇവിടെയും കുറേ പേരുണ്ട്. ഇരിക്കാനുള്ള സൗകര്യക്കുറവ് കാരണം കുറേ പേർ നിന്നാണ് ഇതിൽ കേൾക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഭീമിൻ്റെ സെക്രട്ടറി ശ്രീ സുശീൽ കുമാറിനെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഫിലിം സൊസൈറ്റിയുടെയും ഭീമിൻ്റെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് ചാനൽ 13.8 നമ്മുടെ സാരഥി അജേഷ് കുമാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അജേഷിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഫിലിം സൊസൈറ്റി ഭീമിൻ്റെ ഭാരവാഹികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ചടങ്ങിൻ്റെ അധ്യക്ഷയെ ഈ പരിപാടി മുന്നോട്ട് നയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഒരു അധ്യക്ഷ ഭാഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും 2 സിനിമകളെക്കുറിച്ചും ഓരോ വരി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇരുന്നുകൊണ്ട് ഒരു ഏറ്റവും വിജനവും ഏകാന്തവുമായ ഒരു കടലിൻ്റെ അനുഭൂതി സത്യത്തിൽ നമ്മൾ അനുഭവിക്കുകയുണ്ടായി. വലിയ ഒരു പരീക്ഷണ ഇതാണ്. അതിലെ എല്ലാ ഭാഗങ്ങളൊന്നും മനസ്സിലായിട്ടല്ല, പക്ഷെ മനസ്സിലായിടത്തോളം ഒരു സ്ത്രീ, അവരെ ചുറ്റിപ്പറ്റി കുറച്ച് പുരുഷന്മാർ, ആ സ്ത്രീയുടെ അവർ ഭക്ഷണം പാകം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ എന്തൊക്കെ വന്യ കാമനകളുണ്ടോ അതെല്ലാം സാക്ഷാത്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കടൽ തീരം, കടൽമുനമ്പ് എല്ലാം വളരെ മനോഹരമായിട്ട് ആ അസ്തമയവും ആ സ്ത്രീയുടെ ആ സംഗീതം, അവരുണ്ടാക്കിയിരിക്കുന്ന കരകൗശലം, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ച് നമ്മളെ ആ ഫോട്ടോഗ്രാഫിയിലേക്കായിരിക്കാം നമ്മളെ ഇത് കൂടുതലായിട്ട് നമ്മുടെ ബ്രെയിനിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. കഥയും ഇതൊന്നും നമ്മൾ കാര്യമാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് അത് സംവിധായകൻ അദ്ദേഹം എന്ത് ഇതിലാണ് അതിനെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ വല്ലാത്തൊരു ഏകാന്തത, ആ കടലിൻ്റെ ഒരു നിശബ്ദത, വന്യത, ഇതെല്ലാം നമ്മളെ നന്നായി അനുഭവിപ്പിച്ച ഒരു ചിത്രമായിരുന്നു അത്. രണ്ടാമത് പറഞ്ഞാൽ എനിക്ക് ആ ടൈറ്റിലാണ് ഏറ്റവും അധികം ഇഷ്ടമായത്. ഹാപ്പിലി മാരീഡ്. ലോകത്തെല്ലായിടത്തും മാരേജ് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഹാപ്പിലി മാരീഡാണ്. അതേപോലെ തന്നെ ആ മാരേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഹാപ്പിലി ആയിട്ട് തന്നെ ഡിവോഴ്സ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് തരികയാണ് ചെയ്യുന്നത്. കാരണം അത് നീട്ടിക്കൊണ്ട് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ തുടർന്നു പോകാതെ നമുക്ക് മാറി നിൽക്കാം എന്നൊരു അത് ഒരാൾക്ക് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ സ്ത്രീകൾ ഡിവോഴ്സ് ആവുമ്പോൾ സത്യം പറഞ്ഞാൽ ആ പുരുഷന്മാരും ഫ്രീ ആവുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് നടത്താൻ പറ്റാത്ത മോഹങ്ങൾ, അവരുടെ കഴിവുകളെല്ലാം പിന്നീടായിരിക്കാം അവരും പുറത്തേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അതിലെല്ലാം എന്ന് വെച്ചാൽ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്നുള്ളതൊരു വലിയ തെറ്റല്ല. ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ ഡിവോഴ്സ് ചെയ്ത് തുടർന്നുള്ള ജീവിതം മുമ്പോട്ട് പോകണമെന്നാണ് നിഷാരത്നമ്മ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിനി നിങ്ങളിൽ നിന്നും അവരിൽ നിന്നും സിനിമ എടുത്തവരിൽ നിന്നും കാണാൻ വന്നിരുന്നവരിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് കൂടുതൽ വിലപ്പെട്ടതായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ശ്രീകൃഷ്ണൻ കെപിയിലേക്ക് തന്നെ പോകാം. അദ്ദേഹത്തിൻ്റെ ചിത്രമായിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. ഇത് ഞാൻ ഈ പടം കൺസീവ് ചെയ്തത് സിറിയൻ ക്രൈസിസ് ഇപ്പോഴത്തെ അല്ല, മുമ്പത്തെ സിറിയൻ ക്രൈസിസിൻ്റെ സമയത്താണ് ഞാൻ ഈ പടം ഐഡിയ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വലിയ ഒരു കുട്ടി കടൽ തീരത്തടിയുന്ന ഇമേജ് വളരെ എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കുന്നു. ഞാൻ ഒരു കടൽ തീരത്ത് കിടക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം, അഭയാർത്ഥികൾ ഇങ്ങനെ കടലിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഐഡൻറ്റിറ്റീസ് ഒക്കെ ഉള്ള പലതരത്തിലുള്ള ഐഡൻറ്റിറ്റീസ് ഉള്ള ആളുകൾ ഇങ്ങനെ കടലിൽ കിടന്നിങ്ങനെ അലയുന്ന ഒരു ആ ഒരു സമയത്താണ് ഞാൻ ഈ പടം കൺസീവ് ചെയ്തത്. പിന്നെ ഞാനത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള മിഥുൻ മോഹൻ, സാക്കിദ് ചൗധരി തുടങ്ങിയിട്ടുള്ള എൻ്റെ ഫോട്ടോഗ്രാഫറും എൻ്റെ ആർട്ട് ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളായിട്ടുള്ള ഡിസ്കഷൻസ് നിന്നാണ് ഇത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത്. പിന്നെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിനിമ എന്ന് പറയുന്നൊരു ഐഡിയയിൽ നിന്ന് മാറണം
മാറിയിട്ടാണ് നമ്മളിത് ആലോചിച്ചിട്ടുള്ളത്. ഞാൻ പൊളിറ്റിക്കൽ സിനിമ ചെയ്തിട്ടുള്ള ആളാണ് മുമ്പ്, പക്ഷേ 2 ഹെവി പൊളിറ്റിക്കൽ കോൺക്രീറ്റ് പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു ആലോചന എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഭയങ്കര അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് അതിൻ്റെ എല്ലാ പൊളിറ്റിക്സും അതിൻ്റെ ലെയേഴ്സൊക്കെ അതിനകത്ത് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പൊതുവേ ഇങ്ങനെ നമ്മളൊന്നും പറഞ്ഞു വെക്കുന്നതല്ല, പലർക്കും റീഡ് ചെയ്തെടുക്കാൻ സാധ്യതയുള്ള സ്കോപ്പുകൾ തുറന്നിടുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. മിഥുൻ മോഹൻ നമ്മുടെ കൂടെ ഇപ്പം ഇല്ല, പക്ഷെ ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഇപ്പോൾ റിയലായിട്ടില്ല. പിന്നെ ഷാക്കോ ഞങ്ങൾ വിളിക്കുന്ന സാക്കിദ് ചൗധരി ആണ് എൻ്റെ സിനിമോഗ്രാഫർ. അപ്പോൾ വളരെ മിനിമം ലൈറ്റ്സും മറ്റ് അതായത് 10-2000 രൂപയ്ക്ക് നമ്മൾ മേടിച്ച കുറച്ച് ചെറിയ LED ലൈറ്റ്സൊക്കെ, ബാറ്ററി പവേർഡ് ലൈറ്റ്സൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തൊരു വർക്കാണത്. പിന്നെ കടൽ തീരമാണ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സാധനം എന്ന് പറയുന്നത് ഈ ചൂട്ടാട് ബീച്ച് ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചൂട്ടാട് ബീച്ചിലേക്ക് നമ്മൾ ആദ്യം ഞാൻ പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്, അതെനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചൂട്ടാട് ബീച്ചിലേക്ക് ചെല്ലുമ്പോൾ കണ്ണൂരുള്ള ഏക മുസ്ലിം ലീഗ് പഞ്ചായത്താണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ കണക്ഷൻ എന്ന് പറയുന്നത് CPM ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അവിടെ പോയാൽ പ്രശ്നമാണ്, അവിടെ ഒന്നും നടക്കത്തില്ല, രാത്രി ഒന്നും ഷൂട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ വലിയ വിഷയമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ അന്ന് നാരായണൻകുട്ടി എന്ന് നിങ്ങൾക്കൊക്കെ പലർക്കും അറിയുണ്ടാവും. നാരായണൻകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് പോയി നോക്കാം, മാക്സിമം വന്ന ഒരു അടി അത് നമുക്ക് പ്രതീക്ഷിക്കാം, നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ പിന്നെ അതൊരു വലിയൊരു സംഭവം. ഞങ്ങൾ മൊത്തം ഷൂട്ട് ചെയ്ത് രാത്രിയാണ്, ഡാർക്കാണല്ലോ പടം, മൊത്തം രാത്രിയും പുലർച്ചയും ആണ്, കുറച്ച് പകൽ സീനുകളുള്ളൂ. അത് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അത് 4:30-ക്കൊക്കെ തുറക്കുന്ന പുട്ടുകടകൾ, പുട്ട് പയറ് ആ കടകളൊക്കെ 4:30-ക്ക് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഷൂട്ട് തീർന്നിട്ട് ചെന്നിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ മൊത്തത്തിൽ. അവർ നമുക്ക് എല്ലാ സൗകര്യം ചെയ്യും. ഞങ്ങൾ സ്ത്രീകളുണ്ട്, എല്ലാവരും ചേർന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവർ ഷൂട്ടിന് വേണ്ടി ഒരുക്കി തരാൻ അവർക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് അവർ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഈ ഡൗട്ട്സിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഞാൻ അന്നേ ഫീൽ ചെയ്തു. അപ്പോൾ ഈ കോൺക്രീറ്റ് ഐഡൻറ്റിറ്റീസ് ഉണ്ടല്ലോ, അവിടെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ചില ഐഡിയകളുണ്ടല്ലോ, നമ്മളവിടെ പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഭയങ്കര വെൽക്കമിങ് ആവുന്നു. അപ്പോൾ ഇതന്നെയാണ് ഈ പടവും. ഐഡൻറ്റിറ്റീസ് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ കോൺക്രീറ്റ് അല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ പടത്തിലൂടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഐഡൻറ്റിറ്റീസ് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ അത് ട്രാജിക്കായി മാറും, മറിച്ച് ഫ്ലെക്സിബിൾ ആയിക്കഴിഞ്ഞാൽ പല രീതിയിൽ. ഇപ്പോൾ ഇതിനകത്ത് സാരി എടുക്കുന്ന ജിന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതന്നെ അവർ കൾച്ചറലി ഹെവിലി ഫ്രീ ആണ്. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫ്രീ ആവാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഹെവിലി ഐഡൻറ്റി. അപ്പോൾ ഈ സിറിയൻ ക്രൈസിസിലൊക്കെ നമ്മൾ അന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഈ ഹെവി ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. അപ്പോൾ ആ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് ഈ പടത്തിൻ്റെ ഒരു ബേസിക് തീമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സംസാരിക്കാൻ കൂടുതൽ. താങ്ക് യു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. മനുഷ്യരെ കോർണർ ചെയ്ത് അവരെ ജഡ്ജ്മെന്റലായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞ വീക്ഷണമാണ് കൂടി ചിത്രത്തെയും ആ ഷൂട്ടിംഗ് പരിസരത്തെയും നമ്മളൊന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നു. അങ്ങനെയും പറയുന്ന പോലെ അല്ല മനുഷ്യരോട് നന്നായി പെരുമാറുന്ന ഇടങ്ങളുണ്ട് എന്നുള്ളത്. എനിക്കൊന്ന് അടുത്തതായിട്ട് നമുക്ക് ഹാപ്പിലി ഡിവോഴ്സ്ഡ്, അത് പറയാൻ തന്നെ ഹാപ്പി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവട്ടെ, അത് വീണ്ടും വീണ്ടും മനുഷ്യർ നല്ല ജീവിതങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശിച്ചുകൊണ്ടാണ് നിഷ അത് ചെയ്തിരിക്കുന്നത്. നിഷയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ടൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു ഈ ഫിലിം ചെയ്യുമ്പോൾ. 2018 എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞ് ഞാൻ ദുബായിൽ സെറ്റിൽ ചെയ്തു. വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു സമയം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വിസ്മയ ആത്മഹത്യ ചെയ്തത്. വിസ്മയുടെ ആത്മഹത്യ നമ്മൾ എല്ലാവരെയും പോലെ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തിരുന്നു, അൺസെറ്റിൽ ചെയ്തിരുന്നു. കാരണം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല,
സ്വന്തം കാലിൽ നിൽക്കാനായിട്ടില്ല. ആ കുട്ടി വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ജീവിക്കാൻ സാധിക്കില്ല, അവിടെ അയാളോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായ ബോധ്യം വന്ന് അച്ഛനോടും അമ്മയോടും വിവരങ്ങൾ പറയുന്നു. ആ അച്ഛൻ മകളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവരും തന്നെ ഒരു വൈറൽ ഓഡിയോ ക്ലിപ്പിലൂടെ നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ ഇങ്ങനെയാണ് ജീവിതം, ഇത് സഹിച്ചും ക്ഷമിച്ചും പുറത്തും അവിടെ തന്നെ നിൽക്കൂ, അല്ലെങ്കിൽ നോക്കാം, വേണ്ട നമുക്കിത് അവസാനിപ്പിച്ച് തിരിച്ചു പോരാം എന്നൊരു വാക്ക് അച്ഛൻ ഒരുപക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി ഇന്നും ജീവിച്ചിരുന്നേനെ. ഈ കുട്ടി വിസ്മയ എന്ന് പറയുന്ന ഈ 21 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. വീണ്ടും തിരിച്ച് സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ അനുഭവിച്ചത് എന്തായിരിക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പലരോടും പറയുന്നത്, വിസ്മയ ആത്മഹത്യ ചെയ്തതല്ല, വിസ്മയുടേത് ഒരു കൊലപാതകമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് അതിന് ഉത്തരവാദി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ സമൂഹം എന്ന നിലയ്ക്ക്, മനുഷ്യരെന്ന നിലയ്ക്ക് കുറച്ചുകൂടെ അനുകമ്പയോടുകൂടി ആ കുട്ടിയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ആ കുടുംബത്തോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം ദുരവസ്ഥകളൊന്നും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. അപ്പൊ ഈ ബേസിക്കലി ഈ ഒരു വിസ്മയുടെ ആത്മഹത്യയാണ് എനിക്ക് ഇങ്ങനൊരു സിനിമ ചെയ്യണമെന്നുള്ള പ്രചോദനം വന്നത്. കാരണം ഞാൻ ആ സമയത്ത് ഡിവോഴ്സ് കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന, എനിക്ക് തോന്നി എന്നെ പോലുള്ള മനുഷ്യരാണ് അത് വിളിച്ചു പറയേണ്ടത്. ഞാൻ ഹാപ്പിയാണ്, ഇപ്പോഴാണ് ഞാൻ സന്തോഷമായി ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ മറ്റാരാണത് പറയാ? കാരണം 21 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ. പക്ഷെ ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ജോലി ചെയ്തിരുന്നു, ഒരു ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം എന്നെ പോലുള്ള ആളുകൾ തന്നെ അത് പറയാൻ ധൈര്യപ്പെടണമെന്നും, അങ്ങനെയാണ് ഈ 3 സ്ത്രീകളിലെ കണ്ടുപിടിക്കുന്നതും ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്നതും ഈ പ്രോജക്റ്റ് ആയിട്ടും ഞങ്ങൾ മുന്നോട്ട് വരുന്നതും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ? എല്ലാവരും പറയാറുണ്ട്, ഈ ടൈറ്റിൽ തന്നെയാണ് ഈ ഫിലിമിന്റെ മെസ്സേജ്, ഹാപ്പിലി ഡിവോഴ്സ്ഡ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ഹാപ്പിലി മാരീഡ് എന്ന് മാത്രമാണ്. നമ്മൾ ഒരിക്കൽ പോലും ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് ആരും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയും ഉണ്ട്. എല്ലാ വിവാഹങ്ങളും ഹാപ്പിലി മാരീഡ് അല്ല, അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് ആൾക്കാർ അഭിനയിച്ച് ജീവിക്കുന്നവരാണ് കൂടുതൽ. അപ്പം അത് ഒരു ഓപ്ഷനാണ്. നമ്മളുടെ മുന്നിൽ വിവാഹമോചനം എന്നൊരു ഓപ്ഷൻ വെക്കണമെന്നും അതിനെ ഉപയോഗപ്പെടുത്തണമെന്നും, ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ അല്ല, അതിനപ്പുറത്തേക്ക് വിവാഹമോചനമുണ്ടെന്നും വിവാഹമോചനത്തിന് ശേഷം സന്തോഷവും സമാധാനമുള്ള ഒരു ലൈഫ് ഉണ്ടെന്നും മനുഷ്യരോട് വിളിച്ചു പറയാൻ ധൈര്യപ്പെടണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാവരും ഇത്രയധികം ആൾക്കാർ ഇവിടെ കൂടുതൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. ബീമും മെട്രോ ഫിലിം സൊസൈറ്റിയോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സ്റ്റൈലിസ്റ്റ്. അത് സ്റ്റൈലിസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ശ്രുതി കാർത്തിക. നവീൻ ഷെട്ടിയാണ് ഇത് കളർ ചെയ്തത്. ഇപ്പോൾ മുകേഷ് അതേക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ശ്രുതി ചെയ്ത വർക്ക്, ഇതിൻ്റെ കോസ്റ്റ്യൂമും മറ്റു സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നവീൻ അത് കളർ ചെയ്തതിന് ശേഷം ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു വൻ അനുഭവമുണ്ട്. കാരണം ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു ഫീലിങ്ങിൽ എനിക്ക് അതിൻ്റെ ശ്രുതിക്ക് അതിൻ്റെ ഒരു ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിച്ച കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് വർക്ക് ചെയ്തത്. എനിക്കത് ശ്രുതിക്ക് അത് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ ഒരു കോസ്റ്റ്യൂം സ്റ്റൈലൈസിങ് എങ്ങനെയാണെന്ന് ശ്രുതിക്ക് കുറച്ച് പറയാൻ പറ്റുന്നു. ഹായ്, സ്ക്രീനിങ്ങിന് വരാൻ പറ്റില്ല, ചെറിയ വയ്യായികയായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ കണ്ണൂർ പയ്യന്നൂർ അല്ല, നമ്മൾ ചെയ്തിട്ട് കുറേ വർഷമായി. ചൂട്ടാട് ബീച്ച്, പക്ഷെ നമ്മൾ പോയിരുന്ന മാർക്കറ്റ് ഉണ്ടല്ലോ കൃഷ്ണേട്ടാ, ഡെയിലി ബേസിസിൽ നമ്മൾ ആ മാർക്കറ്റിൽ പോകുമായിരുന്നു. തളിപ്പറമ്പ് അവിടുത്തെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന അമലാശിഷ് എന്ന് പറഞ്ഞ ചേട്ടൻ, പുള്ളിക്കാരനെ ആ മാർക്കറ്റൊക്കെ അറിയുന്നതാണ്. അപ്പം നമ്മൾ ഡെയിലി അടുത്ത ദിവസത്തേക്ക് വേണ്ട മെറ്റീരിയൽ ഇന്ന് പോയി വാങ്ങും. നമ്മൾ ബീച്ചിലായിരുന്നു ഷൂട്ട്. അപ്പം എപ്പോഴും നടക്കുക രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗ്, ഏർലി നൈറ്റൊക്കെ 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഷൂട്ട് കഴിയുക. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ 10 മണിക്ക് മാർക്കറ്റിൽ പോവും. അപ്പോൾ ഇവരിങ്ങനെ എന്തോ അറിഞ്ഞിട്ടുണ്ട്, ഏതോ സിനിമക്കാരവിടെ ഉണ്ട്. അപ്പം ഇവരുടെ കയ്യിലുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ എത്തിക്കുക. നമ്മൾ മാർക്കറ്റിൽ കൂടെ നടക്കുമ്പോഴേ ഇങ്ങനെ ഒരു തൊപ്പിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷർട്ട് ഉണ്ട് എന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പം പിന്നെ ഇതിന് നമ്മൾ കുറേ തൊപ്പികളൊക്കെ യൂസ് ചെയ്തിരുന്നിട്ടുണ്ട്, ഉസ്താദുമാരൊക്കെ വെക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ഡെയിലി നടന്നു നമുക്ക് തൊപ്പി വേണോ അങ്ങനെ ചോദിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതിൽ നമ്മളെല്ലാം
ആ കടൽ ഭാഗത്ത് കലാസി വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ് ഇതിലെ നായകൻ. മീൻസ് അതാണ് ക്യാരക്ടർ, കണ്ണനുണ്ണി ചെയ്ത ക്യാരക്ടർ കലാസി വിഭാഗത്തിൽ പെടുന്ന ഒരാള്. അപ്പം ഇയാളുടെ ശരീരത്തില് ഭയങ്കര ഇങ്ങനെ കെട്ടുകളും ഒക്കെ ഉണ്ട്, ചണം വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങുക, നാളെ ഇത് ചെയ്യണം. അപ്പൊ രാത്രി നമ്മളിത് സെറ്റാക്കും. നമ്മുടെ മിഥുൻ, ഫിറോസ് ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചു കോസ്റ്റ്യൂം ചെയ്യുന്നതിന്. പിന്നെ അത് അവിടെ നിന്ന് കുറെ നമ്മള് മുത്തുകള് ഡെയിലി ഫാൻസികളിലൊക്കെ കയറിയിട്ട് അവിടുത്തെ വെറും ലോക്കൽ മുത്തുകളൊക്കെ, എല്ലാം ലോക്കൽ സാധനങ്ങളാണ്. ഇവരെ അങ്ങനെ ഭയങ്കര ഹയർ ക്ലാസ് ആൾക്കാരൊന്നും അല്ലല്ലോ ഈ ക്യാരക്ടേഴ്സ്. അപ്പൊ അതുപോലെ അവിടെ തന്നെ ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ തന്നെ എല്ലാം ഉണ്ടാക്കിയായിരുന്നു ചെയ്തത്. ഒരു സാധനം പോലും നമ്മളിങ്ങനെ വാങ്ങിയിട്ടില്ല. ചിലപ്പം വളയൊന്നും വാങ്ങിയിട്ടില്ല, എല്ലാം നമ്മൾ ഉണ്ടാക്കിയായിരുന്നു ചെയ്തത്. താങ്ക് യു കൃഷ്ണേട്ടാ. നമ്മൾ കണ്ട ചിപ്പികളും മുത്തുകളൊക്കെ വെച്ചിട്ടുള്ള വാൾ ഹാങ്ങിങ്സ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. അതിങ്ങനെ പ്രത്യേകം എടുത്ത് കാണിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഭംഗി തിരിച്ചറിഞ്ഞത്. അപ്പൊ ആയിക്കോട്ടെ, ആർട്ട് മിഥുൻ ചെയ്തു. മിഥുന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നമ്മൾ മിഥുനോട് എത്തിയില്ലെങ്കിലും കൊടുക്കാം. പിന്നെ ശ്രുതിക്ക് പ്രത്യേക അഭിനന്ദനം നൽകുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഡിവോഴ്സില് സ്ത്രീകള് വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കൂടി എങ്ങനെയാണ് ഒരു ഡിവോഴ്സിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോയതെന്നാണ് നമ്മൾ കണ്ടത്. ആ ബുദ്ധിമുട്ടുകൾ കണ്ട ആൾക്കാർക്ക് ഇന്ന് ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്നുള്ള ഇതില് അതിനെ എത്രത്തോളം ഈസി ആയിട്ട് ജീവിതത്തെ പിന്നീട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം യാദൃശികമാണോ അല്ലെങ്കിൽ രണ്ടുപേരും കൂടി മറിഞ്ഞു വരുന്നതാണെന്നല്ല, ഡിവോഴ്സും ഹാപ്പിലി ഡിവോഴ്സും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഡിവോഴ്സിന്റെ സംവിധായകൻ മാത്രമല്ല ഒരു നല്ല താരവുമാണ്, നടിയുമായിട്ടുള്ള ഐജിയെ രണ്ടുപേർക്ക് സംസാരിക്കാൻ ക്ഷണിക്കുക. മെട്രോ ഫിലിം സൊസൈറ്റി ബീം ഇങ്ങനെ ഒരു ഈവൻറ്റ് സംഘടിപ്പിക്കാൻ കഴിയുന്നത് കാര്യം വെച്ചാൽ ഒരു ഓൾട്ടർനേറ്റ് ഒരു വർക്കുകൾ ചെയ്യുന്നവർക്കുള്ളൊരു ചാലഞ്ചാണ് നമ്മളെവിടെ പ്രദർശിപ്പിക്കും, എങ്ങനെ അതിനുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം അതിന് ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഇത്തരം പ്രവൃത്തികൾ വളരെ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്, ഒരു ഓൾട്ടർനേറ്റ് രീതിയിൽ കല ചെയ്യുന്നവർക്ക്. അപ്പോൾ ശ്രീകൃഷ്ണൻ കെപിയുടെ സിനിമയും നിഷയുടെ സിനിമയും അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബന്ധങ്ങളിലെ നമ്മൾ വളരെ പ്രത്യക്ഷമായിട്ട് കെപി പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും അതേസമയം വേറൊരു ബന്ധവും നമ്മൾ കാണുന്നുണ്ട്, കോൺക്രീറ്റ് അല്ലാത്തത്. പലപ്പോഴും നമുക്ക് കേരളത്തിൽ പലപ്പോഴും സാധ്യമല്ലാത്തൊരു കാര്യമായിട്ടും വരാറുണ്ട്. വളരെ ഒരു സ്വതന്ത്രമായിട്ട് ഒരാണും പെണ്ണും ജീവിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഒക്കെ ഒരു നമുക്ക് ഡെഫിനിഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ആവശ്യം, സാധ്യത, കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഒരു വ്യത്യാസം കൂടിയുണ്ട് ആ ഒരു രണ്ട് സിനിമകളിലും. ഒന്ന് ആദ്യത്തിൽ എനിക്ക് ഒരു ചെറിയൊരു ഇങ്ങനെ തോന്നി, അതായത് അവരുടെ ആ ഒരു ഡ്രീമി ലൈക്ക് ഒരു അല്ലെങ്കിൽ ഒരു കലാത്മകമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാവനയിൽ ജീവിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അവർ ചെയ്ത ക്രിയേഷൻസ് കുറച്ചുകൂടി കാണണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ എന്തായാലും ആർട്ടിൻ്റെ ബേസിലായാലും കോസ്റ്റ്യൂംസ് ത്രൂ ആയാലും ആക്ടേഴ്സ്, 2 ആക്ടേഴ്സും 4 ആക്ടേഴ്സും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ അത് ലാംഗ്വേജ് എനിക്കറിയില്ല, ഉപയോഗിച്ച ലാംഗ്വേജ് ജിബ്രിഷ്. അപ്പോൾ ആ തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ്. നമുക്കൊരിക്കലും എവിടെയും നമുക്ക് തോന്നുന്നില്ല ഇത് ഇല്ലാത്തൊരു ഭാഷയാണെന്ന് തോന്നുന്നില്ല, എവിടെയോ ഉള്ളൊരു ഭാഷ. അപ്പോൾ എവിടെയോ ഉള്ള ആൾക്കാർ അവരുടെ ആ ഒരു മാജിക് എന്ന് പറയുന്നത്, നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കേണ്ടാത്ത ബന്ധങ്ങളുടെ ഒരു മാന്ത്രികത എന്ന് പറയുന്നത്, അതാണ് മൊത്തം എല്ലാം കൊണ്ട് എല്ലാ എലിമെൻസും കൊണ്ട് അനുഭവിപ്പിക്കാൻ കഴിഞ്ഞത്. എനിക്ക് കുറച്ചും കൂടി അവർ അത്രയും ഒരു കല ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അവരുടെ ആ വർക്ക്സിന് കുറച്ചും കൂടി വിഷ്വലി ഇമ്പോർട്ടൻസ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്കിങ്ങനെ തോന്നി. അതുപോലെ തന്നെ നിഷയുടെ സിനിമയും
ഒരു ഭയങ്കര പ്രതീക്ഷ തരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഉൾപ്പെടുക, ആ സിസ്റ്റത്തിൽ നിന്ന് എന്ത് കാരണം കൊണ്ടാവട്ടെ, അത് പുരുഷൻ്റെ കാരണമാവാം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ സ്ത്രീയുടെ കാരണം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച ആ ഒരു ഇക്വേഷൻ വർക്ക് ആവാത്തതിൻ്റെ ഒരു കാരണം ആവാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ബാധിക്കുന്നത് ഒരു വിഭാഗത്തെ മാത്രമാകുമ്പോൾ അത് വളരെയധികം പ്രശ്നം നിറഞ്ഞതാണ്. അപ്പോൾ അത് അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ, അതിൽ സാബിത പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇപ്പോഴും ചായ കുടിച്ചിട്ട് ഒക്കെ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ലായിരിക്കും, അപ്പോഴും നമ്മൾ ശത്രുക്കളായി പിരിയേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു പോസിറ്റിവിറ്റി, നമുക്ക് ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാം, ഒരാളെ ടോർച്ചർ ചെയ്യാതെ. പ്രത്യേകിച്ചും ആ ഒരു കുടുംബത്തിലുണ്ടാവുന്ന ആ കുട്ടി ആരോടും ആ കുട്ടിയോട് റെസ്പോൺസിബിൾ ആയിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു അച്ഛനായാലും അമ്മയായാലും അവർ പിരിഞ്ഞാലും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു വരുമ്പോഴത്തേക്ക് ഈ ഒരു പോസിറ്റീവ് ഹാപ്പിലി ഡിവോഴ്സിന് വളരെ പങ്കുണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തൊക്കെ ഉണ്ട് ബോംബെയിൽ, അവരിപ്പോഴും ഒരുമിച്ച് പോകാറുണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഹാപ്പിലി ഡിവോഴ്സ്ഡ് ആയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റത് നമ്മൾ ശത്രുക്കളായിട്ട് പിരിയും. അപ്പം നമ്മളൊരു കാലത്ത് നല്ലതായിരുന്നു എന്ന് കരുതി പിന്നെ നമ്മൾ ആ സമയമൊക്കെ മറന്നുപോകുന്ന രീതിയിൽ ജീവിതം മാറ്റി തീർക്കുകയാണ്. പക്ഷെ അപ്പോഴും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ തമ്മിൽ ഇനി ഈ ഇക്വേഷൻ ഇല്ല, പക്ഷേ ഒരു ഇക്വേഷൻ അത് നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാം എന്നുള്ള തരത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജും കൂടിയാണ് ആ സിനിമ പാസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു 2 ദൃശ്യാനുഭവമായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. കുറച്ച് പ്രാവശ്യങ്ങളായിട്ട് മെട്രോയും ഭീമും ചേർന്നാണ് ഈ സിനിമ പ്രദർശനം സാധ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഭീമിൻ്റെ എല്ലാ സഹകരണവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഭീമിൻ്റെ പ്രതിനിധി സുശീൽ കുമാറിനെ 2 വാക്ക് പറയാനായിട്ട് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്നവരെ, വർഷങ്ങളായിട്ട് 42 വർഷമായിട്ട് എറണാകുളം സിറ്റിയിൽ, കേരളത്തിൽ തന്നെ അല്ല ഇന്ത്യയിൽ തന്നെ ബാങ്ക് ജീവനക്കാർ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഭീം. എല്ലാ മാസവും TDN ഹാളിൽ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ മാസവും, ഒരു മാസം പോലും മുടങ്ങാതെ 42 വർഷമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക സംഘടനയാണ്. വളരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മെട്രോ ഫിലിം സൊസൈറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം സിനിമാ പ്രദർശനങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല, ഞങ്ങളിവിടെ വന്ന് സഹകരിക്കുന്നു എന്ന് മാത്രമുള്ളൂ, സാമ്പത്തികമായും അല്ലാതെയും. അപ്പോൾ ഭീം എന്ന് പറഞ്ഞ വലിയൊരു സാംസ്കാരിക സംഘടനയാണ്. നിങ്ങൾക്ക് ഈ 23-ാം തീയതിയും അവാർഡ് എന്ന് പറഞ്ഞൊരു മികച്ച നാടകം TDN ഹാളിൽ വൈകുന്നേരം 6:30 ഉണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പ്രവേശനം ഇതുപോലെ ഫ്രീ ആയിട്ട് വരാവുന്നതാണ്, കാണാവുന്നതാണ്. 2 മികച്ച സിനിമകൾ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നത്. 2 സംവിധായകർക്കും അതിൻ്റെ അണിയർ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി നമുക്ക് സിനിമ കണ്ടവരിലേക്കാവാം. ആരാണ് ആദ്യം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്? സുനിൽ നാഥ് സർ. പ്രിയപ്പെട്ടവരെ, വളരെ സത്യസന്ധമായ ജാടയടികളൊന്നുമില്ലാതെ സംസാരിക്കാമെന്ന് കരുതുന്നു. KP ശ്രീകൃഷ്ണൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. വളരെ നിറഞ്ഞ തെളിഞ്ഞ മനസ്സോടെ കണ്ടു തുടങ്ങി അതിമനോഹരമായ ഓരോ ഫ്രെയിമിലും കവിത നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ കണ്ട് കുറച്ചായപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി. ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു 5-10 മിനിറ്റ് എനിക്ക് കിട്ടി, നിങ്ങൾക്കും കിട്ടിക്കാണും. എൻ്റെ അടുത്തിരുന്ന 2-3 പേരും ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ തുറന്നു പറഞ്ഞാൽ ഞാൻ സ്വതന്ത്ര സിനിമയുടെ വക്താവാണ്. മൂവ്മെന്റ് ഫോർ ഇൻഡിപെൻഡൻസ് സിനിമയുടെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോഴും അതിൻ്റെ സജീവ തലപ്പത്ത് KP ശ്രീകൃഷ്ണനുണ്ട്. ഞാനതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഇവിടെ ഇരുന്നിരുന്ന ശ്രുതി കാർത്തിക ഇതിൻ്റെ ഖജനാവ് സൂക്ഷിക്കുന്ന ഖജാൻജിയാണ്. അപ്പം ഞങ്ങൾ പ്രതാപ് ജോസഫാണ് ഇതിൻ്റെ പ്രസിഡന്റ്. സതീഷ് ബാബു സേനന്മാർ ഇവരൊക്കെ ഉണ്ട്. ഞങ്ങൾ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു മാന്യമുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. ഇത് പറയാൻ കാരണം ഈ ഓഫ് ബീറ്റ് സിനിമ എന്ന സമാന്തര സിനിമ നമ്മളിൽ നിന്നൊക്കെ അകന്നു കഴിഞ്ഞൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാതെ കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ട ഒരു കാലത്തൊരു ലോകത്ത് സിനിമയും അങ്ങനെയായി, നമ്മുടെയൊക്കെ ജീവിതങ്ങളും അങ്ങനെയായി. പഴയ ഇപ്പോൾ ബക്കറിൻ്റെയും അരവിന്ദൻ്റെയും ഒക്കെ സിനിമ, കാഞ്ചന സീതയിലൊക്കെ
ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ കണ്ട ഒരാളാണ് തിയേറ്ററിൽ ഇരുന്ന്. നിങ്ങളിൽ പലരും അങ്ങനെ കണ്ടു കാണും. അപ്പോൾ ആ ഒരു കാലത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടെത്തുമ്പോൾ സിനിമയ്ക്ക് ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ ലോകമാകെ അംഗീകരിക്കപ്പെടുന്ന സിനിമകൾ ഇപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണൻ്റേതുപോലെയുള്ള ഈ ഓർബിറ്റ് സ്വഭാവമുള്ള സിനിമകളല്ലാതായി തീർന്നിട്ടുണ്ട്. പല ഫെസ്റ്റിവലുകളിലും ഇത്തരം സിനിമകൾ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത് എൻ്റെ ഉൾപ്പെടെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു സിനിമാ സംസ്കാരം നമുക്ക് നിരന്തരം നമ്മുടെ വീട്ടിൽ OTT ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ വന്ന് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ആ ഒരു സംസ്കാരം നമ്മുടെ ഹൃദയങ്ങളിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് തന്നെ സ്വയം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനും ഉറങ്ങിപ്പോയത്. എന്തായാലും നല്ല ഒരു പ്രവർത്തനം ശ്രീകൃഷ്ണനും കൂട്ടരും ചേർന്ന് ചെയ്തു. അത് ഇത്തരത്തിൽ ഇവിടെ പ്രദർശിപ്പിക്കാനും ഇത്തരം വേദികൾ കേരളത്തിലെമ്പാടും ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ഈ നഗരത്തിൽ അടിയന്തരാവസ്ഥയിൽ ആണൊരു ഫിലിം സൊസൈറ്റി ഉണ്ടാവുന്നത്. അത് സജീവമായി പ്രവർത്തിക്കുന്നത്. അന്ന് MM ചെറിയാൻ ആയിരുന്നു അതിൻ്റെ സെക്രട്ടറി. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയായിരുന്നു പ്രസിഡന്റ്. കലൂരിലെ അശോക തിയേറ്ററിലായിരുന്നു അക്കാലത്ത് സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനൊക്കെ ഈ രംഗത്തേക്ക് വരുന്നത് 1975 അടിയന്തരാവസ്ഥ കാലത്ത് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ, അന്ന് പാർട്ടി എന്ന പേരിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് കൊണ്ടുവന്നത് സിനിമ പ്രദർശനങ്ങളും ഫിലിം ഫെസ്റ്റിവലുകളും ഒക്കെ ആയിരുന്നു. അങ്ങനെ അന്ന് ഒരു 15 വയസ്സുള്ള ഞാനൊക്കെ അങ്ങനെയാണ് ഈ സിനിമയോടുള്ളൊരു ഭ്രാന്ത് ഉണ്ടായി തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ശ്രീകൃഷ്ണന് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്തത് നിഷ രത്നമ്മയാണ്. അതേക്കുറിച്ചും എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. നിങ്ങൾ എല്ലാവരും ഹാപ്പിലി എന്ന് പറയുമ്പോൾ അൺഹാപ്പിലി ഡൈവോഴ്സ്ഡ് ആയ പുരുഷന്മാരെ കുറിച്ചും ഒരു സിനിമ നമുക്ക് ചെയ്യണം. ആരെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നു. നമ്മൾ ഈ സമൂഹം ഒരുപാട് വിട്ടുവീഴ്ചകളിലൂടെ ആണും പെണ്ണുമൊക്കെ ഒന്നിച്ച് ജീവിച്ച് പരസ്പര ധാരണ ഇടയ്ക്ക് രണ്ട് വ്യക്തികളാണ്. പുരുഷൻ സ്വതന്ത്രനാവണം, സ്ത്രീ സ്വതന്ത്രയാവണം. പക്ഷെ പലപ്പോഴും ഈ കെട്ടുപാടുകളുണ്ടാവും. നമ്മൾ പുരുഷൻ പോയി കഴിയുമ്പോൾ ഭാര്യ വിളിച്ചു ചോദിക്കും, നിങ്ങളിപ്പോൾ എവിടെയാണ്, നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യൂ എന്നതിൽ സവിത പറയുന്നുണ്ട് ഒരു കൂട്ടുകാരിയെക്കുറിച്ച്. ഇങ്ങനെ ആവശ്യപ്പെടുന്ന ഭാര്യമാരുമുണ്ട്. അപ്പോൾ ഈ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മുന്നോട്ട് പോകാം. ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലം ഇപ്പോൾ നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആളുകൾ ഡൈവോഴ്സിനെ കുറിച്ച് വളരെയധികം പുതിയ ജനറേഷൻ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുന്നത്. എന്തായാലും ഒരു വർക്ക് എന്ന നിലയിൽ ഒരു മികച്ച ഒരു ഡോക്യുമെൻ്ററി ലോകത്തിന് മുന്നിൽ വയ്ക്കാൻ നിഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ പറഞ്ഞ ആശയത്തിനൊരു ഭിന്നാഭിപ്രായം പറഞ്ഞതാണ്. ഈ ഒരു വശം കൂടി, പുരുഷൻ്റെ വശം കൂടി ചിന്തിക്കണം. എല്ലാ പുരുഷന്മാരും സ്ത്രീയെ ബുദ്ധിമുട്ടിച്ച് പീഡിപ്പിച്ച് ഡൈവോഴ്സിലേക്ക് എത്തിക്കുന്നവരല്ല, അല്ലാത്തവരുമുണ്ട്. സ്ത്രീയുടെ കുറ്റങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയവരുമുണ്ട്. അപ്പം അത്തരം വശങ്ങൾ കൂടി ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം. ഈ സ്ലീപ്പ് സിനിമ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് സ്ലീപ്പ് സിനിമ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. സ്ലീപ്പ് സിനിമ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടറോട് ട്രസ്റ്റ് തോന്നിയാലേ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ തിയേറ്ററിൽ ഇരുന്നിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ണു ഒഴിച്ചിരിക്കും, ഇത് എന്താ നടക്കണേ. പക്ഷെ നിങ്ങൾക്ക് ഡയറക്ടറോട് ട്രസ്റ്റ് തോന്നിയാൽ നിങ്ങൾ ഉറങ്ങും. ഈ ഉറങ്ങുക എന്ന് പറയുന്നത് എന്താ അറിയാമോ, അതിൻ്റെ ഒരു തിയറി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉറക്കം എന്ന് പറയുന്നത് അറിയാലോ, മറ്റേ കണ്ണിങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ഫുൾ കണ്ണ് ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ സ്വപ്നം കാണുകയാണ് അത്. ഫുൾ ഡീപ്പ് സ്ലീപ്പ് അല്ല. അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ശരിക്കും സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് ഒരു സ്വപ്നത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ സ്വപ്നം നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ആ സ്വപ്നം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഒരു ഒച്ച കേൾക്കുമ്പോൾ, അപ്പം ഞാൻ ഇതിൽ അങ്ങനത്തെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്ലീപ്പ് സിനിമയുടെ ഒരു സ്വഭാവം ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ചില സൗണ്ടൊക്കെ കൂട്ടിയിട്ടിട്ട്, എനിക്കറിയില്ല അതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത്. ഇടയ്ക്ക് ഉറക്കാനും ഇടയ്ക്ക് കാരണം നമുക്കൊരു വലിയ സ്കോപ്പല്ലേ അത്. ഒരാൾക്ക് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഇത്തിരി ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമല്ലേ നമ്മുടെ ജീവിതത്തിൽ തന്നെ, അല്ലേ? ഉറങ്ങുക എന്നൊക്കെ പറയുന്നത്, അല്ലേ? ഇത്തിരി നേരം ഉറങ്ങാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്
അപ്പോൾ ഞാൻ സ്ലീപ്പ് സിനിമയുടെയും കൂടി ഒരു ഐഡിയയും കൂടി വെച്ചിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൗണ്ട് ട്രാക്ക് മുഴുവൻ അങ്ങനെ. ഞാൻ ആലോചിക്കുന്ന ആൾക്കാർ ഉറങ്ങണം, ഉറങ്ങിയിട്ട് അവർ ഈ സിനിമയെ കുറിച്ച് സ്വപ്നം കാണണം, സ്വപ്നം കണ്ടിട്ട് തിരിച്ചു വരണം. ഇതായിരുന്നു എൻ്റെ ഐഡിയ. അത് വർക്കായി. പലയിടത്തും വർക്കായിട്ടുണ്ട്. ഇത് ഞാൻ കൽക്കട്ടയിൽ ഞാൻ കാണിച്ച സ്ഥലങ്ങളിലൊക്കെ വർക്കായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ദാറ്റ് എക്സ്പീരിയൻസ്. ഞാൻ കഴിഞ്ഞ സിനിമ, എൻ്റെ പേര് മുരളി എന്നാണ്. ഈ 2 സിനിമയും ഞാൻ കണ്ടു. പക്ഷേ ഈ 2 സിനിമയും ഇന്ന് ഒന്നിച്ച് വന്നത് വളരെ നല്ലൊരു സന്ദർഭമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ ആദ്യത്തെ സിനിമയുടെ ബുദ്ധിമുട്ടും ലൊക്കേഷനൊക്കെ പുള്ളി പറഞ്ഞ്, പക്ഷേ ഉറങ്ങാൻ ഞാൻ ഉറങ്ങിയൊന്നുമില്ല. കണ്ണിൽ ശരിക്ക് ശ്രദ്ധിച്ചിരുന്ന് തന്നെ അതിൻ്റെ സംഭാഷണങ്ങൾ, കേൾക്കാൻ പറ്റാത്ത സംഭാഷണങ്ങളുണ്ട്, പിന്നെ കുറച്ച് ലാഗിങ് ഉണ്ട്. പുള്ളിക്കാരത്ത് പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ ചേർക്കാമായിരുന്നു. അതൊക്കെ നമുക്ക് സംവിധാനം ഇട്ട് കൊടുക്കാം. പക്ഷേ ചില സമയങ്ങളിൽ ക്യാമറ വെച്ചത് കുറേ 2-3 മിനിറ്റ് ഞാൻ നോക്കിയിരുന്നു, 2-3 മിനിറ്റ് വരെ അങ്ങനെ തന്നെ പോയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് കുറച്ചും കൂടി ചെയ്യാവുന്ന നമുക്ക് പറയാവുന്ന, പക്ഷേ അത് നമുക്ക് വിമർശനമായി പോകും. അത് വേണ്ട, ഉള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. റിയലായിട്ട് അത് തോന്നി, ഒരു പ്രത്യേക അനുഭൂതിയായി ആ സിനിമ നമുക്ക് കിട്ടി. ഇത് പറയും. രണ്ടാമത്തെ കാര്യം നടന്ന സംഭവങ്ങളാണത്. അത് നമുക്ക് ശരിക്കും അതാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാഡത്തിനായിട്ട് പരിചയപ്പെടുകയും ചെയ്ത്, കാരണം ഈ വിഷയങ്ങൾ നമ്മുടെ ചുറ്റുവട്ടം നടക്കണം എനിക്ക് കാണാം. കാരണം എൻ്റെ വീട്ടിൽ പോലും ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതാണ് ഞാൻ ഇത് വളരെ എത്ര ഇഷ്ടപ്പെട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. പുള്ളിക്കാരത്തെ ബന്ധപ്പെടുകയും 2 പേരുമായിട്ട് ഞാൻ പരിചയപ്പെടുകയൊക്കെ ചെയ്തത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ പിന്നെ ഫിലിമിൻ്റെ തിരിച്ചുവരവ്, ഈ തിരിച്ചുവരവെന്ന് വെച്ചാൽ വരാതെ പോകില്ല. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ആ വിധത്തിലേക്കുള്ള പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ കിട്ടിയാൽ നമുക്ക് സിനിമ റിലീസ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ ഒരു സിനിമ തിയേറ്ററിൽ ഫ്രീ ആയിട്ട് തരികയാണ്. 10 മണിക്ക് ഈ ഞായറാഴ്ച ഞങ്ങൾക്ക് തിയേറ്ററിൽ വെറുതെ തരും, ഞാനത് കാശ് വാങ്ങാതെ. അങ്ങനെ ഈ സിനിമ കൊണ്ടുവന്ന് കളിച്ചിരുന്നത്. ഇപ്പോൾ എല്ലാ ഫിലിം സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടും, അവർ ഫിലിം കൊണ്ടുവന്ന് കളിക്കും. പക്ഷെ എന്ന് പറഞ്ഞ പോലെ നമ്മളെ വിളിക്കുന്നത് കാലം തിയേറ്ററിലേക്ക് വരും. കാരണം ആ തിയേറ്ററിൽ കിട്ടും, നമുക്ക് അവസരങ്ങളുണ്ടാവും. പക്ഷെ മുന്നോട്ട് പോകണം. ഇതുപോലെയുള്ള പ്രവർത്തകരെ, ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് നമ്മളെ വളരെയേറെ സഹായിക്കുകയും കൂട്ടായ്മ ഉണ്ടാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യണം. ഈ വിഷയങ്ങൾ ഒരുപാട് ആളുകൾ അറിയിക്കണം. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ തൊട്ടി ഈ സിനിമ കണ്ടുപോയിട്ട് ഉണ്ടാതെ പോവുകയല്ല, 4 പേരോട് പറഞ്ഞ് ഈ സിനിമ കാണിക്കാനും കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ പേര് മീര. ശ്രീകണ്ഠൻ സാറിൻ്റെ സ്ലീപ്പ് സിനിമയാണെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഒരു 5 മിനിറ്റ് കണ്ണടച്ചു. പക്ഷെ അത് സാർ പറഞ്ഞതുപോലെ വളരെ സൂത്തിങ് ആയിട്ട് ആ കടലിനുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത്, ആ സ്ത്രീയുമായിട്ട് അവളുടെ എക്സ്റ്റസിയും അവളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എനിക്കത് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ചത് ഫീൽ ചെയ്യുകയായിരുന്നു. എനിക്കറിയില്ല സ്പോട്ട് സൗണ്ട് ഇതാണോ? അതെ. അപ്പോൾ അതുകൊണ്ട് കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും വരുന്നതും എല്ലാം വളരെ രസകരമായിരുന്നു. ഓരോ ഫ്രെയിമും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എനിക്ക്. പിന്നെ മുഴുവനായിട്ട് മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അത് സാറിൻ്റെ തലവേദനയല്ല, സാറിന് എടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. കല എപ്പോഴും അങ്ങനെയാണ്. ഇല്ല, മനസ്സിലാക്കണമെന്നുമില്ല, അനുഭവിച്ചാൽ മതി. ഞാൻ അനുഭവിച്ചു, അതുകൊണ്ട് എനിക്കിഷ്ടമായി. ഹാപ്പിലി ഡിവോഴ്സ്ഡ് നിഷ, എനിക്കതൊരു ടൈംലെസ് ആയിട്ട് തോന്നിയില്ല. ഒരു വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ആശയം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ടൈംലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട ഒരു സമയമായി. ഇപ്പോൾ നിഷ പറഞ്ഞു വിസ്മയ 21 വയസ്സുള്ള വിസ്മയയ്ക്ക് ആത്മഹത്യ ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കത് യോജിക്കാൻ പറ്റില്ല. അവൾക്ക് ആത്മഹത്യ ചെയ്യാനല്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന വിസ്മയ എന്ന് പറഞ്ഞാൽ അവളൊരു അച്ഛൻ്റെ മകളും ഒരു ഭർത്താവിൻ്റെ ഭാര്യ മാത്രമായതുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അവളൊരു സ്ത്രീയായി, ഒരു അഡൾട്ടായി വളരുന്ന സമയത്ത് അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ ഹാപ്പിലി ഡിവോഴ്സിൽ ഒരു പുരുഷൻ്റെ കഥയെങ്കിലും പറയുമെന്ന് ഞാൻ വിശ്വസിച്ചു. കാലം മാറി. നമ്മൾ ഇനിയും സ്ത്രീകൾ മാത്രം സ്ത്രീ അബലയാണെന്ന് പറയുന്ന ഒരു സൈഡിലേക്ക് ആ ജനറേഷൻ കഴിഞ്ഞു. ഞാൻ അബലയല്ല, ഞാൻ ഡിവോഴ്സ്ഡ് ആവാൻ തീരുമാനിച്ചൊരു സ്ത്രീയാണ്. ഐ എം സോ ഹാപ്പി. ദാറ്റ് ഡസൻറ്റ് മീൻ മൈ മാൻ ഇസ് റോങ്. ഐ വോണ്ട് point my fingers at him. It is my choice. 16 years spend ചെയ്തത് അത് എൻ്റെ ചോയ്സ് ആയിരുന്നു. എനിക്കിവിടെ ധൈര്യമില്ലാത്തതും എന്നെ പാരൻസ് വളർത്തിയിരുന്ന എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാവാത്തതുമായിരുന്നു 16 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്. ഐ കനോട്ട് പോയിന്റ് ചെയ്യുന്നിടത്ത് വീണ്ടും ഞാൻ ചെറിയ കുട്ടിയാവാണ്.
കുട്ടികളെ അമ്മ ഇത് ചെയ്തു, ടീച്ചർ ഇത് ചെയ്തു, എൻ്റെ കൂട്ടുകാർ ഇത് ചെയ്തു എന്ന് പറയുന്ന, അപ്പൊ ആ ഒരു ആശയമാണ് എല്ലാ സ്ത്രീകളും. ഇവരെല്ലാവരും സെക്കൻഡ്ലി മാരീഡ് ആണ്, അവരുടെ എല്ലാ പാർട്ട്നേഴ്സ് നല്ലതാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ കൈ ചൂണ്ടുന്ന പരിപാടി സ്ത്രീകൾക്ക്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഈ വിധിച്ചാൽ വിധിക്കപ്പെടുന്ന ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ വിധിക്കല്ലേ, ഇപ്പോ ഈ ഇന്റർനാഷണൽ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ്. 2.5% സ്ത്രീകളെക്കാൾ കൂടുതലാണ്. ഇത് ആര് സംസാരിക്കും? അപ്പൊ സ്ത്രീയും പുരുഷനും ഇനിയും ഇങ്ങനെ പുരുഷന്റെ ഇതാണെന്ന് പറയുന്നിടത്ത് ഈ ഡിസ്പാരിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നമ്മൾ മനുഷ്യരായിട്ട് എന്നാ ചിന്തിക്കാൻ തുടങ്ങുന്നത്? അപ്പൊ സ്ത്രീ സഹിക്കുന്നു. അപ്പൊ ഈ ആത്മഹത്യകൾക്കൊക്കെ നമ്മൾ കാരണം പറയണ്ടേ? പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നു, അതിൽ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ആത്മഹത്യയാണ്. 100% കൂടുതലാണ് സ്ത്രീകളെക്കാളും. ആരെങ്കിലും അറിയുന്നുണ്ടോ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്ന? ഏതെങ്കിലും പത്രം ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അപ്പോ ഇനി ഈ സ്ത്രീ സഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു ടൈംലെസ് ആയിട്ടുള്ള ആശയമല്ല. മനുഷ്യർ സഹിക്കുന്നു. എന്തുകൊണ്ട് മനുഷ്യർ സഹിക്കുന്നു? എന്തുകൊണ്ട് ഒരു വ്യക്തി 16 വർഷമോ 20 വർഷമോ ഒരാളുടെ ജീവിക്കുന്നു, പുരുഷനും സ്ത്രീ ആയാൽ അതെന്താണെന്ന് അഡ്രസ് ചെയ്യുന്നിടത്ത് ആണ് ഇത് ടൈംലെസ് ആവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിഷയുടെ അത് കാണാനാണ് ഞാൻ ശരിക്കും വന്നത്. ബട്ട് ഇറ്റ് ഡിസപ്പോയിന്റഡ് മീ അഗെയിൻ. അതെൻ്റെ പെർസ്പെക്റ്റീവാണ്. ഇറ്റ് ഈസ് നോട്ട് ടൈംലെസ് ആൻഡ് ഇറ്റ് ഈസ് സോ ബോറിംഗ്. ദ ഐഡിയ ഇറ്റ്സെൽഫ് ഇസ് ബോറിംഗ്. അതിങ്ങനെ പറഞ്ഞ് പുരുഷനാണെന്ന് പറയുന്നത് തന്നെ സ്ത്രീയുടെ ഒരു കുട്ടിത്താണ്. ഇഫ് ഐ മേക്ക് എ മിസ്റ്റേക്ക്, ഐ ഓൺ ദാറ്റ് മിസ്റ്റേക്ക്, ദിസ് ഇസ് മൈ ലൈഫ് എന്ന് സ്ത്രീകൾ പറയണം. ഇപ്പൊ ഞാനൊരു വക്കീലും കൂടെയാണ്. എത്രയോ പുരുഷൻ, ഇപ്പൊ ഒരു പാട്രിയാർക്കിയുടെ ഭാഗമായിട്ട് ഒരു പുരുഷന് വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂ? എനിക്ക് ജോലിക്ക് പോകണ്ട, ഞാൻ നാളെ പോലെ വീട്ടിലിരിക്കാം, നീ ജോലിക്ക് പൊക്കോന്ന് പറഞ്ഞാൽ സമ്മതിക്കോ പാട്രിയാർക്കി? ഇല്ല. ഹോം മേക്കറായിട്ട് ഇവിടെ ഹസ്ബൻഡ്സിന് പറ്റില്ല, സ്ത്രീകൾക്ക് പറ്റും. ഇതൊക്കെ എന്താ നമ്മൾ ആലോചിക്കാത്തത്? അപ്പോ ഈ സ്ത്രീയും പുരുഷനും കൂടി ഉണ്ടായിരുന്ന അന്തരം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന അന്തരം കുറഞ്ഞു വരുന്ന കാലത്ത് വീണ്ടും സ്ത്രീകൾ പുരുഷന് കുറ്റം പറയുന്ന പുറകോട്ടുള്ള ജേർണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതാണ് തോന്നിയത്. നിഷ, താങ്ക് യു സോ മച്ച്. ഇവിടെ മീര പറഞ്ഞൊരു കാര്യം എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ട് പുരുഷന്മാരെ ഇൻക്ലൂഡ് ചെയ്തില്ല? അതിനെനിക്ക് വ്യക്തമായൊരു ആൻസർ ഉണ്ട്. കാരണം പുരുഷൻ പ്രിവിലേജ്ഡ് ആണ്. നമ്മളുടേതൊരു പെട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അവിടെ പുരുഷന്മാർക്ക് കൃത്യമായ പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി എനിക്ക് 26 മിനിറ്റ്സിൽ എനിക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ട്. ആ ടൈമിലേക്ക് എനിക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ തന്നെയാണ്. കാരണം നമ്മൾ അവരെക്കുറിച്ചാണ് കൂടുതൽ പറയേണ്ടത്. മാർജിനലൈസ്ഡ് ആണ് അവർ. അത്രയും പുരുഷന്മാർക്കുള്ള പ്രിവിലേജ് അവർക്കില്ല. കാരണം ഒരു പുരുഷൻ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അയാൾ ബാച്ചിലറായിട്ട് പിന്നീടുള്ള കാലം ജീവിക്കുകയാണ്. ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒന്നും തന്നെ, അല്ലെങ്കിൽ ഒരു 90% സ്ത്രീ അനുഭവിക്കുന്ന കാര്യങ്ങൾ പുരുഷൻ അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി ഈ ഫിലിം കൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ പുരുഷന്മാരെല്ലാവരും മോശക്കാരാണെന്നോ സ്ത്രീകളെല്ലാവരും പാവങ്ങൾ, അതെൻ്റെ വിഷയമേ അല്ല. ഞാൻ പറഞ്ഞത് ദർ ഇസ് ലൈഫ് ആഫ്റ്റർ ഡിവോഴ്സ് എന്നാണ്. അപ്പോൾ ഇപ്പം മീര പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം എനിക്ക് മീര പറഞ്ഞ ആ ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ടൈംലെസ് കോൺസെപ്റ്റ് അല്ല. ആക്ച്വലി ഇപ്പം നമ്മളുടെ ഇന്ത്യൻ പോപ്പുലേഷൻ എടുത്താലും കേരള സമൂഹം എടുത്താലും നമുക്ക് വി കനോട്ട് സേ ദാറ്റ് വി ആർ എ ജെൻഡർ ഈക്വൽ സൊസൈറ്റി ഓർ എ ജെൻഡർ ഈക്വൽ അല്ല. ഇനി അത് എത്ര കാലം എടുക്കും? ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഇപ്പം ഡിവോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ കോൺസെപ്റ്റാണ്. എത്ര കാലമായി നമ്മൾ ഡിവോഴ്സിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നില്ല ഒരു 10-25 വർഷമായിട്ടുണ്ടാവുമായിരിക്കണം ഒരു പക്ഷേ ഇത്രയധികം ഡിവോഴ്സിനെ കുറിച്ച് നമ്മൾ കേൾക്കാൻ. അതിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഡിവോഴ്സുകൾ കൂടുന്നത്? അത് നമ്മളൊരു ജെൻഡർ ഈക്വൽ സൊസൈറ്റിയിലേക്ക് വരാനുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് സ്ത്രീകളെ, പെൺകുട്ടികളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എംപവർ ചെയ്യുന്ന പരിപാടി നമ്മൾ കാലങ്ങളായി നടത്തി. ആ എംപവേർഡ് സ്ത്രീകളാണ് ഇപ്പം നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഒറ്റയ്ക്ക് ജീവിക്കാം, തൻ്റെ ഇടമുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. ദേ ആർ കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് ദെയർ ഓൺ ലൈഫ്സ്. ഇതിനു മുമ്പത്തെ ജനറേഷനോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ ജനറേഷനോ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇത് ന്യൂ ജനറേഷനാണ്, പുതിയ കാലമാണ്. ഇനി അടുത്ത ജനറേഷൻ വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജെൻഡർ ഈക്വൽ സൊസൈറ്റി പെട്ടെന്ന് അടുത്ത 50 വർഷത്തിൽ മേ ബി വരുമായിരിക്കാം.
പക്ഷെ പെട്ടെന്ന് നടക്കത്തില്ല. അപ്പം നമ്മളിത് പറയാതിരിക്കുക എന്ന് വെച്ചാൽ ഡിവോഴ്സ് നടക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്നുള്ളൊരു ചർച്ച ഡെഫിനറ്റ്ലി ഉണ്ടാവണം. കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാവരുത്. മീര പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്താൻ ഇനിയും ഞാൻ മീര ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്കിതൊക്കെ മനസ്സിലാവും, മീര പറയുന്ന പോയിന്റ് എനിക്ക് മനസ്സിലാവും. ഐ അക്സെപ്റ്റ് ദാറ്റ്, ഐ അപ്രീഷിയേറ്റ് യു ഫോർ ടോക്കിംഗ് ദാറ്റ്. പക്ഷേ ഇനിയും സമയം ഒരുപാട് എടുക്കും. കാരണം നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് പോലും ശബരിമല വിഷയത്തിൽ സ്ത്രീകളാണ് റോഡിലിറങ്ങി നിന്ന് നാമജപം നടത്തിയത്. അപ്പം ജെൻഡർ ഈക്വൽ സൊസൈറ്റി അല്ല നമ്മൾ. അപ്പം ജെൻഡർ ഈക്വൽ സൊസൈറ്റി ആവുന്നവരേക്കും നമ്മൾക്ക് ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്തുമെന്ന് വിചാരിച്ചതല്ല. അദ്ദേഹം എൻ്റെ പേര് വേണു ബി നായർ. വർഷങ്ങളായിട്ട് ഞാൻ മലയാള സിനിമയിലുണ്ട്. ഞാൻ തോപ്പിൽ ഭാസ്കറുടെ കൂടെയാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഭരതൻ, പത്മരാജൻ തുടങ്ങി ഡെന്നീസ് ജോസഫ് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 3 പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അഭിനയിക്കുന്നു. ഒരു പടത്തിൽ അഭിനയിച്ചു, എനിക്കതിൽ അവാർഡൊക്കെ കിട്ടി. അത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആംസ്റ്റർഡാമിൽ ഞാൻ 2nd റൗണ്ടിൽ വന്നു. അത് കണ്ടിട്ട് ഇപ്പോൾ ചെന്നൈ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നപ്പോൾ അത് കണ്ടിട്ട് ഒരു തമിഴ് പടം ഞാൻ ഇപ്പോൾ അഭിനയിച്ചു, തോഴച്ചെഗ്ഗൂര എന്ന് പറയുന്നത്. നല്ല വേഷം, സത്യരാജിൻ്റെ പടമാണ്. അതിൽ അഭിനയിച്ചു. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള. പിന്നെ ഫിലിം സൊസൈറ്റിയായിട്ട് എൻ്റെ അടുപ്പം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പാണ്. ഏതാണ്ട് 76-77 കാലഘട്ടത്തിൽ കോളേജിൽ തുടങ്ങിയതാണ് ഈ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കുകയും അവിടെ ഫാറ്റിമ ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുകയും അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുകയും അത് ഒരുപാട് സിനിമകൾ കൊണ്ട് കാണിക്കുകയും അന്നാണ് പത്തര പെഞ്ചാലിയൊക്കെ കാണാനുള്ള സൗകര്യങ്ങളുണ്ടായി. ബൈസിക്കിൾ തീവ്സ്, അങ്ങനെ ഒത്തിരി സിനിമകൾ കണ്ടിട്ടുണ്ട്. എല്ലാ ഫെസ്റ്റിവലിലും ഞാൻ കാണാറുണ്ട്. പിന്നെ അതുകൂടാതെ തിരിച്ച് ഭരതേട്ടൻ്റെ പത്മന അന്ന് മലയാള സിനിമ മദ്രാസിലായതുകൊണ്ട് എനിക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും എനിക്കാണ് എൻ്റെ സിനിമാ പ്രവർത്തനവും കാര്യവുമൊക്കെ. ഞാൻ ഇവരുടെ ഇതിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട വിഷയം, കാരണം എനിക്ക് ശ്രീകൃഷ്ണനെ കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങണമെന്നുണ്ടായിരുന്നത്. ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. എൻ്റെ പേര് വേണുഗോപാലൻ എന്നാണ്. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്ന് ഒരു സിനിമ കാണാൻ ഇരിക്കുകയാണെന്ന് തോന്നൽ എന്നിലുണ്ടായി എന്നുള്ള സത്യമാണ് ഞാൻ പറയട്ടെ. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ളൂ. അരവിന്ദേട്ടനെയും ഒക്കെ എനിക്ക് എല്ലാവരുമായിട്ടും നല്ല അടുപ്പമുണ്ടായിരുന്ന ആളാണ്. കാക്കനാടൻ, അരവിന്ദൻ, അക്കാലത്തുള്ള എല്ലാ പുതിയ സിനിമകളുടെ ഒരു ആളായിരുന്നു ഞാൻ. ആളാണെന്നല്ല, ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ അത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ തിരിച്ചു വരുന്നു, തിരിച്ച് കാണാൻ പറ്റിയെന്നുള്ളത് എൻ്റെ ഒരു വലിയ എന്താ പറയുക, ഒരു സ്വകാര്യ സുഖമായിട്ട് ഞാൻ കരുതുകയാണ്. എന്തായാലും അത് പ്രദർശിപ്പിക്കാൻ മെട്രോ ഫിലിം സൊസൈറ്റി കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഫിലിം സൊസൈറ്റി ഞാൻ 2ാമത്തെ പടമാണ് ഇത് കാണുന്നത്. അദ്ദേഹം ജോർജേട്ടനാണ് എന്നെ വിളിച്ചത്. എനിക്ക് അതേ അഭിമാനവും സന്തോഷമുണ്ട്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാടാണ്, ഓരോ കാഴ്ചപ്പാടാണ്. ഓരോരുത്തരും ഉറങ്ങുകയും അല്ലാതെ സ്വപ്നം കാണുകയൊക്കെ ചെയ്തത്. ഞാനൊരു പക്ഷേ ഉണർന്നിരുന്നുകൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത് അതിൻ്റെ കളർ കോമ്പിനേഷനും അതിൻ്റെ ഡെപ്തും. കാരണം വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ, ഞാൻ പണ്ട് കാലത്ത് ആലോചിച്ചിട്ടുണ്ട്, ഓരോ മനുഷ്യരുടെ ജീവിതം ഓരോ ചരിത്രങ്ങളാണ്. സത്യത്തിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഏതോ വലിയ ഡയറക്ടർ വന്നപ്പോൾ ബോംബെയിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും ഞാൻ ഓരോ ഇൻസിഡൻസ് കാണുന്നത് അതൊരു സിനിമയാകും. എൻ്റെ മനസ്സിൽ സിനിമയ്ക്കുള്ള ഇത് രൂപാന്തരം. അത്രയേറെ സബ്ജക്റ്റുകളാണ് കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിലും അനവധി സബ്ജക്റ്റുകളുണ്ട്. ഡിഫറെൻറ്റ് ഭാഷകൾ ഒക്കെ ഉണ്ട്. അതൊക്കെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുമെന്ന് അറിയില്ല. എങ്കിലും ശ്രീകൃഷ്ണനെ പോലുള്ളവരെ നല്ല സിനിമയായിട്ട് വീണ്ടും വരണം എന്നുള്ള പ്രതീക്ഷ എൻ്റെ ഉള്ളിലുണ്ട്. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അടുത്തത് ഞാൻ പറയാൻ വരുന്നത് നിഷ രത്നമ്മയുടെയാണ്. എനിക്ക് വൈകാരികമായിട്ടുള്ള അടുപ്പമുള്ള പേരുകളാണിത് രണ്ടും. കാരണം എൻ്റെ അമ്മയുടെ പേരാണ് രത്നമ്മ. നിഷ എൻ്റെ മോൻ്റെ ഭാര്യയാണ്. എന്നെ മോളെ പോലെയാണ് ഞാൻ കാത്തു സൂക്ഷിക്കേണ്ട അവളെ. അവൾക്ക് എന്നെ വലിയ കാര്യമാണ്. ഞാനും പിന്നെ ആ വിഷയത്തെക്കുറിച്ചാണ്, അത് എന്നും എന്നെ വേദനിപ്പിച്ചിട്ടുള്ള സംഭവമാണ്. പല ഇൻസിഡൻസ് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു. ഇതൊരു അപ്ഡേറ്റഡ് സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സബ്ജക്റ്റൊക്കെ ഉണ്ടായോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം സ്ത്രീകളെ കുറിച്ചൊക്കെ പറയുന്നത്, സ്ത്രീകൾ മുന്നോട്ട് വരികയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ അത് പ്രത്യേകിച്ചും ആവശ്യകരമാണ്. കാരണം എനിക്ക് മോളാണുള്ളത്, എൻ്റെ പെങ്ങന്മാരുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും അവരുടെ കാര്യങ്ങൾ ആലോചിക്കും. മോളെ ഞാൻ കൂടെ ചേർത്ത് നിർത്തും, ഞാനും എൻ്റെ വൈഫും കൂടെ ചേർത്ത് നിർത്തും. അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവർ പറയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴേ ഞങ്ങൾക്കത് അറിയാൻ പറ്റുന്നുള്ളൂ.
അപ്പോൾ അതിനെ സമാധാനിപ്പിക്കുകയും നമ്മൾ അതിൻ്റെ വേണ്ട വഴികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കടമയാണ്, ഒരച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ്. അത് എവിടെയൊക്കെ മിസ്സായി പോയത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. കാരണം അഡ്വൈസ് ചെയ്യുന്ന രീതി തെറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു, ആ കുട്ടിയുടെ അച്ഛൻ ഇന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടത്തില്ലായിരുന്നു. ശരിയല്ലേ? സത്യമാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതൊരു അപ്ഡേറ്റ് അല്ല. അതെനിക്ക് ഒരു പക്ഷേ മറ്റൊരു മനസ്ഥിതിയിൽ കാണാൻ കഴിയില്ല. കാരണം ഞാനൊരു മകനായിരുന്നു, ഒരു അച്ഛനായി, ഒരു അപ്പനായി. അപ്പം എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് വൈകാരികമായ ബന്ധങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. പുതിയ ലോകത്ത് പുതിയ സംഭവങ്ങൾ കാണുകയും പഠിക്കുകയും അതിനെ മനസ്സിലാക്കി അതിനോടൊപ്പം ചേർന്ന് നടക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഉള്ള മനസ്സാണ് എനിക്കുള്ളത്. എൻ്റെ വൈഫിനും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുന്നതിൽ എന്താണ് തെറ്റ്? അത് വീണ്ടും വീണ്ടും പറയണം. പറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് കയറണം. അതാണ് എന്നെ ഉൾപ്പെടെ എൻ്റെ സമൂഹം. ഞാൻ പറയാം, ആണുങ്ങൾക്ക് ഈ പറഞ്ഞ ആണുങ്ങളുടെ കാര്യങ്ങൾ പറയുന്നില്ല എന്ന്. ആണുങ്ങളുടെ കാര്യം പറയത്തില്ല എന്നല്ല, ആണുങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൂടുതലുണ്ട്. എനിക്കുണ്ടല്ലോ. ഞാൻ പുരുഷനാണ്. എനിക്ക് സമൂഹത്തിനുണ്ടെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ആ രീതിയിൽ അവർ എന്തുകൊണ്ട് പറഞ്ഞു അന്യോന്യം പറഞ്ഞ് തീർക്കുന്നില്ല ഇതൊന്നും? അതിന് വാശിയും വൈരാഗ്യമാണോ നമ്മുടെ ഉള്ളിലുള്ളത്? മനുഷ്യനെ സ്നേഹിക്കാനല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? ഏത് മതവും സ്നേഹിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ തമ്മിൽ തല്ലി പിരിയാനൊന്നുമല്ല. ഇന്നും ഞാൻ ഒരുപക്ഷെ ആദ്യം ഞങ്ങൾ 5 വർഷം പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഇല്ലാതായാലും ഞാൻ ഉണ്ടായില്ല ഈ ഭൂലോകത്ത് എന്ന് പറയാനുള്ള മനസ്സ് ഇന്ന് ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. ഇന്ന് ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് സ്നേഹം വേണം, ഉള്ളിൽ സ്നേഹം വേണം. മനുഷ്യനാകെ കൊടുത്തിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് സ്നേഹം എന്ന് പറഞ്ഞ ഒരു ചെറിയ വിഷയം. അത് ചെറുതല്ല, എത്രത്തോളം നമ്മുടെ ജീവനോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് ഈശ്വരൻ. അതാണ് നമ്മളെല്ലാം എന്തിനും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സീരിയസ്. ഇനിയും പറയാനുള്ളതാണ്. അത് പറഞ്ഞതിൽ എനിക്ക് നിഷിയോട് വളരെ ബഹുമാനം എനിക്ക് തോന്നിയത്. ഞാൻ വളരെ ശ്രദ്ധയോടെ ഞാനത് കണ്ടിരുന്നത്, ആ ഡോക്യുമെൻ്ററി കണ്ടിരുന്നത്. ഞാനൊരു സിനിമാക്കാരനാണ്, പക്ഷേ ഞാൻ ജീവിച്ച രീതി എനിക്കറിയാം. എൻ്റെ സിനിമ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ആരും ചോദിക്കാനും പറയുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും ആരുമില്ല. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് ആ സ്വാതന്ത്ര്യം എൻ്റെ കുഞ്ഞുങ്ങൾക്കും കിട്ടണം, പെൺകുഞ്ഞുങ്ങൾക്കും കിട്ടണം. പുരുഷന്മാർക്ക് കിട്ടുന്ന പോലെ പെൺകുട്ടികൾക്കും കിട്ടണം. ആ പെൺകുട്ടി വാങ്ങിച്ചെടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും വൈകാരികമായിട്ട് പറയാനുള്ള കാര്യം ചില അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് മാത്രമേ, സോറി ക്ഷമിക്കണം, അവരോട് എതിർപ്പ് കൊണ്ടല്ല ഇത് പറഞ്ഞത്. ഇങ്ങനെയുള്ള സിനിമകളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സമൂഹത്തിനിടയ്ക്ക് ഫിലിം സൊസൈറ്റികൾ എത്തിക്കേണ്ടതും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഇങ്ങനെയുള്ള സിനിമകളാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമുള്ളൂ. ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞു പോയി, ഇത്രയും നിങ്ങളെ ബോറടിപ്പിച്ചതിന് ക്ഷമിക്കണം. എന്തായാലും നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേർക്കും എൻ്റെ പ്രസംഗം നിർത്തണം. നന്ദി, നമസ്കാരം. ഇത് കേട്ടിരുന്ന എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. 2 വാക്ക് മാത്രം. 2 സിനിമകളും ഒന്ന് ഭ്രമാത്മകത, ഫാൻറ്റസി, ഒന്ന് കടുത്ത യാഥാർത്ഥ്യവുമാണെന്ന് ആണ് എനിക്ക് തോന്നിയത്. കാരണം ചെറിയൊരു വിയോജിപ്പ് സർ പറഞ്ഞ പോലെ ഇതൊരു 30 വർഷം മുന്നാണെങ്കിൽ ഈ സ്ലോ പേസ് നമ്മൾ കണ്ടിരിക്കും. ഞാൻ ഉറങ്ങിയില്ല, കാരണം അടുത്ത നിമിഷം എന്തെങ്കിലും എനിക്ക് വീണ് കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഇരുന്നു. അതുകൊണ്ട് ഉറങ്ങിയില്ല. അല്ല, സിനിമ വിജയിച്ചിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഉറങ്ങിയാലേ വിജയിക്കുമെന്ന് സംവിധായകൻ അവകാശപ്പെട്ടു. ആ നിലയ്ക്ക് ചിലപ്പോൾ ഞാൻ പരാജയമായിരുന്നുണ്ടാവും. കൂടുതൽ നല്ല, പക്ഷെ അതിലെ സംഗീതം അല്ലെങ്കിൽ ശബ്ദം, ലൈറ്റ് ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കടലിൻ്റെ പശ്ചാത്തലം അതൊക്കെ വളരെ ഇതായി തോന്നി. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ വളരെ സ്ലോ ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ഇത് തോന്നി. മറ്റു വിഷയത്തിൽ എനിക്ക് വിയോജിപ്പില്ല. കാരണം ഇവിടെ ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തിന് പോലും ഞങ്ങൾ 3-4 സ്ത്രീകൾ വരുന്നത് നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ കൂടി വന്നില്ലെങ്കിൽ ആര് വരും എന്നുള്ള ചിന്തയാണ്. എല്ലാ വർഷവും പറയും അടുത്ത കമ്മിറ്റിയിൽ ഞാൻ വരില്ല എന്ന് പറയും, ഞാനും രാജിയും പറയും. പക്ഷെ പിന്നെയും വരുന്നത് കുറച്ച് പേരെങ്കിലും ഇതിന് മുന്നിട്ട് വരണം എന്നുള്ളത്. കുറച്ച് സ്ത്രീകളെ ഇവിടെ കാണുമ്പോൾ വളരെ സന്തോഷം അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. എത്ര പേർക്ക് അങ്ങനെ വരാൻ കഴിയുന്നുണ്ട് എന്നുള്ളത്. എൻ്റെ പല സുഹൃത്തുക്കളോടും ഞാൻ പറയുമ്പോൾ വീട്ടിൽ ഭർത്താവ് സമ്മതിക്കില്ല,
സിനിമയ്ക്ക് പോകാൻ എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, ആ സ്വാതന്ത്ര്യം നിങ്ങൾ വിനിയോഗിക്കൂ എന്ന് പറയേണ്ട അവസ്ഥ വരാറുണ്ട്. പെൺകുട്ടികൾക്കും അതെ, അതിലൊന്നും പോയി കേടാവണ്ട എന്ന് പറയുന്ന അച്ഛന്മാരെ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയം ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഹാപ്പിലി ഡിവോഴ്സ് സമയത്ത് ഹാപ്പിലി ആണെന്ന് നിഷ മേഡം പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഹാപ്പി ആയിട്ട് ജീവിതം നയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം എന്നുള്ളതാണ് മുന്നോട്ട് വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവർ നമസ്കാരം. എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാറക്കൽ സ്വദേശിയാണ്. ഒരു നാടക ഗ്രൂപ്പാണ്. അത് യാദൃശ്യമായിട്ടാണ് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ചില പരിപാടികൾക്ക് ശ്രീധറിലേക്ക് ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ സിനിമ യാദൃശ്യമായിട്ട് വന്ന് കണ്ടതാണ്. ശ്രീ താങ്കളുടെ സിനിമ, എനിക്കൊരു ചോദ്യമാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. ടെക്നിക്കലി ഈ സിനിമയ്ക്ക് എത്ര രൂപയോളം കോസ്റ്റ് വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് ഒന്നത്. രണ്ട്, എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഏറ്റവും മികച്ച ഒരു കാര്യം, താങ്കളുടെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ ഇപ്പോൾ വേറെ ഒരു ലാംഗ്വേജിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷെ ഭാഷ ഇല്ലാതെ തന്നെ ഈ സിനിമ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ ഉണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാവുന്നത് എന്നൊരു പൊതുവായിട്ടുള്ള ചോദ്യം ഇരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇത്തരം സമാന്തര സിനിമകളെ കുറിച്ച്, മറ്റ് സിനിമകളെ കുറിച്ചുള്ള ഇതിലൊക്കെ നടക്കുന്നില്ല. ആ ഏരിയയിലേക്കല്ല കിടക്കുന്നത്. നമ്മുടെ ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തുകൊണ്ടാണ് നമുക്ക്, അത്രയാലും യുവത്വം എന്തുകൊണ്ടാണ് ഇത്തരം സിനിമകൾ കാണാൻ താല്പര്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് സിനിമ അവരിലേക്ക് അങ്ങനെ എത്താത്തത്? നമ്മൾ സിനിമക്കാര് ഇത്തരത്തിലുള്ള സിനിമകൾ മേക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ കൂടി ആകർഷിക്കുന്ന തരത്തിൽ അവരുടെ കൂടി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കുന്നതിൽ നാം നിങ്ങളെപ്പോലുള്ള ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് മനഃപൂർവ്വമായിട്ട് അങ്ങനെ നടക്കുന്നില്ല എന്നാണ്. കാരണം ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ കൊണ്ട് ലളിതമായ സിനിമകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മുടെ കുട്ടികൾ. അപ്പൊ അവർക്ക് കൂടി ആകർഷിക്കുന്ന തരത്തിൽ സമൂഹത്തിൽ ശക്തമായ പ്രമേയങ്ങൾ ഇങ്ങനെ ജനകീയമാക്കുന്നതിൽ നമ്മുടെ സിനിമ പ്രവർത്തകർ വേറെ മാറി വഴിമാറി സഞ്ചരിക്കുന്നു. കാരണം താങ്കള് വളരെ എഫർട്ട് എടുത്തിട്ട് രാത്രികളിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന, ഏതായാലും ഒരു സിനിമ പൂർത്തീകരിച്ച് തിയേറ്ററിൽ ഇങ്ങനെ എത്തിക്കാൻ പറഞ്ഞ ചില്ലറ കാര്യമല്ല. അതാണ് ഞാൻ എൻ്റെ കോസ്റ്റ്യൂം കൂടി കുറിച്ച് വെച്ചത്. എന്തായാലും താങ്കളുടെ എഫർട്ടിനെ വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്, ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. രണ്ടാമത് നിഷ മാഡം, താങ്കളുടെ ഈ പ്രമേയത്തോടും ഇതിന്റെ അഭിപ്രായങ്ങളില്ല. പക്ഷെ താങ്കളെ പോലുള്ള ആളുകൾ ഈ പ്രമേയം ചെയ്യുമ്പോൾ ഇതിന് കാരണം പറഞ്ഞു, ഹാപ്പിലി ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞു. ഈ ഡിവോഴ്സിന് ശേഷം ഉണ്ടാകുന്ന സന്തോഷം ഡിവോഴ്സ് ഉണ്ടാക്കാതിരിക്കാനും ഒരുപക്ഷെ വിചാരിച്ചാൽ മേജർ അണ്ടർസ്റ്റാൻഡിൽ കഴിയും. പക്ഷെ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന പലരേക്കാൾ കൂടുതൽ ഡിവോഴ്സ് ആകാതെ ഈ ഹാപ്പിനെസ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിച്ച് അത് ജീവിതം പൂർണ്ണതയിലേക്ക് എത്തി ജീവിച്ചു തീർക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ ആളുകൾ. അതല്ലാതെ ഇപ്പോ പക്ഷെ മാഡം പറഞ്ഞ ഒരു കണക്ക് ഭീകരമായി നമ്മൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലുണ്ടായിരുന്ന ഡിവോഴ്സിന്റെ കേസുകൾ കോടതിയിൽ വരുന്ന ഭീകരമാണ്. അത് കൂടിക്കൊണ്ടേയിരിക്കും. അത് എവിടെയാണ് അതിന്റെ മൂല കാരണമെന്ന് കണ്ടെത്താൻ ജീവിതം എന്ന സമസ്യയുടെ ആ പഠനം നമുക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അത് പഠിപ്പിക്കാനായിട്ട് നിങ്ങളെപ്പോൾ ഫിലിം മേക്കേഴ്സിന് കഴിയണം. അപ്പോൾ ഡിവോഴ്സിന്റെ ഹാപ്പി ഉണ്ടാവില്ല, ജീവിതത്തിന്റെ ഹാപ്പി ഉണ്ടാവും. ഓക്കെ, ആ ജീവിതത്തിന്റെ ഹാപ്പി എന്നുള്ള പോസിറ്റീവ് സൈനിലേക്കാണ് കലാകാരന്മാര് സമൂഹത്തിന് വിരൽ കൊടുക്കേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് ഒരു കലാകാരൻ എന്ന് എനിക്കുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്കിങ്ങനെ ചർച്ച ചെയ്യാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ, വേറിട്ട് ചിന്തിക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. അതിന് അത്തരത്തിലുള്ള 2 ഫിലിം മേക്ക് ചെയ്ത പ്രിയങ്കരയായ സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഭൂമിനും ഇതിന് നേതൃത്വം നൽകുന്ന കൊച്ചിൻ മെട്രോ ഫിലിം സൊസൈറ്റിക്കും ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഇപ്പോൾ ജസ്റ്റ് സംസാരിച്ച ആർട്ടിസ്റ്റ് അദ്ദേഹം ഞങ്ങളെ പോലെ മിഡിൽ ഏജിൽ 50-60s ഒക്കെ ആയ ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ജസ്റ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിനോടുള്ളൊരു ചെറിയ ആൻസർ, ഒരു പഴയ ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ എന്നുള്ളൊരു എനിക്കിപ്പോൾ അധികം വരാൻ പറ്റാറില്ല. ഇതിനു വേണ്ടി ഞാൻ ഓടിപ്പിടിച്ച് വന്നത്. എന്നിട്ട് പോലും എനിക്ക് ശ്രീകൃഷ്ണൻ എൻ്റെ സുഹൃത്താണ്, എന്നിട്ട് പോലും ആ ഫിലിം ഫുള്ള് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കാണാണ്ട് അഭിപ്രായം പറയരുത് എന്നുള്ളത് പഴയൊരു ഫിലിം സൊസൈറ്റിക്കാരുടെ ഒരു ക്രെഡമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഉറങ്ങി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അത് അദ്ദേഹം മനോഹരമായിട്ട് ഡയറക്ടർ അതിനെ റിപ്ലൈ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം അതിൻ്റെ ഹ്യൂമറസും സട്ടയറൊക്കെ ചേർത്ത് അതിഗംഭീരമായിട്ട് അദ്ദേഹം ആൻസർ ചെയ്തു. അദ്ദേഹം പറഞ്ഞതിനൊരു പോയിന്റ് ഉണ്ട്, ജനങ്ങളിനകത്ത് തോന്നുന്നു. പക്ഷെ താങ്കളുടെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് 20-25 വയസ്സുള്ളവരിൽ ഇപ്പോൾ വരുന്നില്ല എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ, ഇപ്പം നമ്മളെല്ലാവരും തന്നെ വായനയായിക്കോട്ടെ, ആർട്ടായിക്കോട്ടെ, പെയിന്റിങ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, നമ്മളെല്ലാവരും 20-ൽ താഴെയും 20-40 20ക്ക് മുകളിലുമാണ് നമ്മൾ അതിലേക്ക് പോയിട്ടുള്ളത്. അന്ന് ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമ്മളൊക്കെ 20 കഴിഞ്ഞു, 20-40 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 60-80 ഇങ്ങനെ 4 ജനറേഷൻ. നിങ്ങളുടെ വീട്ടുകളിൽ
നിങ്ങളുടെ കിത്തൻ കിൻഡിലെ ഈ ജനറേഷനുള്ള ആൾക്കാർ 20 താഴെയുള്ളവർ 20-40 അവരിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെയുണ്ടോ, വീട്ടിലാണോ, അത് മാത്രം നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിൽ കുറേ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നിങ്ങൾ എപ്പോഴും കൈ കൊണ്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ ഫാമിലി ഇല്ലെങ്കിൽ നിങ്ങൾ ബന്ധുമിത്രാദികൾ ഉണ്ടാവില്ലേ, അവരുടെ മക്കൾ 20 താഴെയുള്ളവർ എന്ത് ചെയ്യുന്നു. 2008 ഇവിടെ പബ്ലിക് ലൈബ്രറിയിലും പിന്നെ CAC-യിലും വീക്കിലി ഫിലിം സ്ക്രീനിങ് ചെയ്തത്. അത് ഇന്ത്യയിലെ ക്യാപിറ്റൽസിൽ മാത്രം പോസിബിൾ ആയിരുന്നുള്ളൂ. ക്യാപിറ്റൽസ് വെച്ചാൽ ട്രിവാൻഡ്രം, അവിടെ ഒരു 10 കൊല്ലം മുമ്പ് തുറന്നിട്ടുണ്ട്. പിന്നെ അച്ഛന്മാരുടെ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നടത്തി ഇപ്പോൾ കോവിഡിൽ CAC-യിൽ നിന്നുപോയി, 2-3 മാസം മുമ്പ് ലൈബ്രറിയിൽ നിന്നുപോയി. ബിക്കോസ് ആളില്ല, പ്രോപ്പറായിട്ട് നടത്താൻ പറ്റാത്തതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾക്കൊന്നും അതിലേക്ക്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇപ്പം എല്ലാവർക്കും മൊബൈൽ അവൈലബിൾ ആണ്. അത് 2008 ഞാൻ വരുമ്പോൾ തന്നെ നിങ്ങൾ ഫിലിം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ IMDb കയറി വരും, അതിൻ്റെ ബൈബിളാണ്. അതിൽ ബെസ്റ്റ് 200 എന്നുള്ള ഫിലിംസ് ഉണ്ട്. ഇത് കാണുന്ന ചെറുപ്പക്കാരെ അന്ന് തന്നെ 2008 വരാൻ തുടങ്ങി. പിന്നെ ചെറുപ്പക്കാരുണ്ട്. അതിനെക്കുറിച്ചാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. എൻ്റെ ഫിലിം ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2010 ട്രിവാൻഡ്രം ഫെസ്റ്റിവലിൽ വരുന്നത് 10,000-12,000 പേരാണ്. പണ്ട് 3,000-4,000 പേര് മൊത്തം ഉണ്ടായിരുന്നു. ഇന്ന് 3,000-4,000 പേര് മീഡിയയിൽ നിന്ന് മാത്രം വരുന്നത്. എല്ലാവരും സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഈ സ്റ്റുഡൻസ് വരുന്നുണ്ട്, അവർ ഡയറക്റ്റ് IFFK-യിലേക്ക് ഗോവയിലേക്ക് പോകും. അപ്പൊ ഇതാണ് മില്ലിയുടെ സിറ്റുവേഷൻ. പിന്നെ ഇവരുടെ ഫിലിമിനെ കുറിച്ച് ഇവർ വളരെ ഫങ്ഷണൽ ആയിട്ട് ഒരു ജേർണലിസ്റ്റിന്റെ ഫിലിമാണ്. അതിപ്പോ നമ്മൾ TV-യിൽ കണ്ടാൽ ജനം കണ്ടിരിക്കും. പിന്നെ അതിൻ്റെ മറ്റൊരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ക്യാരക്ടറാണ് പറയുന്നത്. ഒന്ന് എറണാകുളം, ദുബായ്, ന്യൂസിലാൻഡ്. ആ ദുബായിലുള്ള അവരാണെന്ന് തോന്നുന്നു. അവർ പറയുന്നുണ്ട്, ദുബായിലല്ല, എറണാകുളത്തുള്ള ആ ബ്യൂട്ടീഷ്യനായിട്ട് പിന്നെ വളർന്നു വന്ന സ്ത്രീ പറയുന്നുണ്ട്, എൻ്റെ സെക്കൻഡ് മാരേജിൽ ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, വയലൻസ് ഉണ്ടായിരുന്നില്ല, മറ്റ് വിധത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായി. എൻ്റെ ആദ്യ കല്യാണത്തിലുള്ള കുട്ടിയും ഈ രണ്ടാമത്തെ ഭർത്താവും തമ്മിലുള്ള ചില സുരക്ഷ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഭംഗിയായിട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ ചായ കുടിച്ചാണ് പിരിഞ്ഞതെന്ന് പറഞ്ഞു. അതും ഒരു ഇഷ്യൂ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ നമ്മുടെ തന്നെ ജനറേഷനിൽ നോക്കി ഇതേപോലെ പല ഇഷ്യൂസ് ഉണ്ട്. ഇത് ഓരോ കേസും 1, 2, 3 ഓരോ കേസും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എടുക്കണം. അല്ലാണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ അങ്ങനെ എടുക്കാം. നമുക്ക് നമ്മളൊക്കെ എമോഷണലി ഇതൊക്കെ വളരെ പേഴ്സണലി ടച്ച് ചെയ്യുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എമോഷണൽ ആയി പോകും. പക്ഷെ ഇമ്പാഷനേറ്റ് ആയിട്ട് കൂടി കാണേണ്ടതാണ് പഴയ ഫിലിം സൊസൈറ്റി കൾച്ചർ അനുസരിച്ച്. ഇതാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. നമുക്ക് ഈ ചടങ്ങിന് നന്ദി പ്രകാശിക്കുന്നതിനായി മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി TR ജോർജിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മൾ ഈ സിനിമ ഇവിടെ ഇങ്ങനെ സാക്ഷാത്കരിക്കാനുള്ള ഒരു കാരണം മുഖ്യാതിഥി മേഡമാണ്. മേഡം കൂടെ ഇങ്ങനെ ഈ നിഷയുടെ സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ വേറൊരു മുഖ്യ അതിഥികളുണ്ടായിരുന്നു, ജോണി ചെറിയത്ത്. സൗണ്ടിൻ്റെ എന്തോ പ്രശ്നമായിട്ട് റെസ്റ്റാണ്, അതുകൊണ്ട് വന്നില്ല. ജോണി ചെറിയത്ത് എന്നോട് ആവശ്യപ്പെട്ടു നിഷയുടെ സിനിമ ഇവിടെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത്. ഏതായാലും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് മെട്രോ ഫിലിം സൊസൈറ്റിയും ബാങ്ക് ജീവനക്കാർക്കും ഒരേ ഒരു സന്തോഷമുള്ള കാര്യം. 2, ശ്രീകൃഷ്ണ KP-നെ ഞാൻ ഒരു 5-6 വർഷം മുമ്പ് ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ പോയി തിരിച്ചു വന്നവഴിക്കാണ് അദ്ദേഹത്തെ ഓർമ്മയിടാന്നറിയില്ല. അന്ന് കുറേ നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ആളുടെ ജീനിയസാണ്. പിന്നീട് മറുപാതയെ വന്നു, പിന്നെ നായിൻ്റെ ഹൃദയം വന്നു, അതിനുശേഷമാണ് ഈ സിനിമ വന്നത്. ഞാൻ അന്ന് തുടങ്ങി ഇദ്ദേഹത്തിന് സിനിമ പ്രദർശിപ്പിക്കണമല്ലോ എന്നുള്ള അങ്ങനെ ചിന്തി നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ വന്നപ്പോൾ ഇദ്ദേഹത്തെ കാണുകയും ഈ സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണ്, മറ്റ് പല ഫിലിം സൊസൈറ്റികളും അവരുടെ ചില നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അതനുസരിച്ചാണ് ആ സിനിമകളൊക്കെ അവർ പ്രദർശിപ്പിക്കാതിരിക്കുന്നത്. നമുക്കങ്ങനെ നിക്ഷിപ്തമായ താല്പര്യമൊന്നുമില്ല, നമ്മൾ വളരെ സ്വതന്ത്രമായൊരു സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീനിയസ് ആയിട്ടുള്ള നമ്മുടെ ശ്രീകൃഷ്ണൻ KP-യുടെ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുള്ള കാര്യങ്ങൾ ഞങ്ങളതിൽ അഭിമാനം കൊണ്ടു. കാര്യം ആ സിനിമ അങ്ങനെയുള്ളൊരു സിനിമ തന്നെയാണ്. അത് പഴയ ഔട്ട്ഡേറ്റഡ് സിനിമയൊന്നുമല്ല, ഏറ്റവും പുതിയ സിനിമയാണ്. അത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന കാലത്തേക്കും കൂടിയുള്ള സിനിമകളാണ് ആ സിനിമ. നമുക്കൊരു 10 വർഷമോ 20 വർഷം കഴിഞ്ഞെടുത്ത് ആ സിനിമ കണ്ടാലും നമ്മൾ അന്നും ആസ്വദിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇത്രയും ആളുകൾ ഇവിടെ വരികയും ഞങ്ങളുടെയൊക്കെ സഹകരിക്കുകയും ചെയ്യുന്ന ബാങ്കിൻ്റെ സുശീൽ കുമാർ, ബാക്കി നിഷ മാഡം, എല്ലാവർക്കും വളരെ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ഒരു പ്രദർശനം ഈ മാസം തന്നെ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളെല്ലാം അറിയിക്കാം. പിന്നെ ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കാവുന്ന ആൾക്കാർക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അത്രയും കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.